ക്ലാസ് റൂം പഠനം ക്വാളിറ്റി ഒട്ടും കുറയാതെ വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ തൃശൂർ കോച്ച് ഇന്ത്യ അക്കാദമി അവതരിപ്പിക്കുന്ന ലൈവ് ക്ലാസുകൾ. IIT ഐസർ ക്വാളിഫൈഡ് ആയ അധ്യാപകർ കേരളത്തിൽ ആദ്യമായി കോച്ച് ഇന്ത്യയിൽ ലൈവ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു. നീറ്റ്, IIT, JEE, കീം, ഐസർ എന്നീ പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ലൈവായി ലഭ്യമാക്കുന്നു. ബ്രിഡ്ജ്, ക്രാഷ്, റെഗുലർ റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ കൂടാതെ ഫൗണ്ടേഷൻ, ഇന്റഗ്രേറ്റഡ്, സ്കൂളിംഗ്, ഹോളിഡേ ബാച്ചുകൾ. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക കോച്ച് ഇന്ത്യ അക്കാദമി, ഈസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 8156876660, 8156876668. ചോദ്യങ്ങൾ വരാവുന്നതില് IUPAC നെയിമിംഗ് വളരെ കുറച്ച് സാധ്യതയേ ഉള്ളൂ. IUPAC നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വരാനുള്ള സാധ്യത. IUPAC നെയിമിംഗ് നിങ്ങൾക്ക് ആ പ്രയോറിറ്റി ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് IUPAC നെയിമിംഗ് എഴുതാൻ പറ്റും. വളരെ വളരെ അപൂർവം കേസിൽ കേസിലാണ് IUPAC നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ IUPAC നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ആൻസർ എഴുതാൻ കഴിയും. ആകെ അറിയാവുന്നത് ഓർഡർ ഓഫ് പ്രയോറിറ്റി ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഓർഡർ ഓഫ് പ്രയോറിറ്റി ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് അറിയാവുന്നത്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഫങ്ഷണൽ ഗ്രൂപ്പിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഏതാണ്? ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിലെ പ്രയോറിറ്റി ഉള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി ഗോസ് ടു ഫങ്ഷണൽ ഗ്രൂപ്പിലെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ഉള്ള ഫസ്റ്റ് പ്രയോറിറ്റി ഗോസ് ടു Irene. Yes. The topmost priority goes to carboxylic acid, CO, and ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൾഫോണിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ്, സൾഫോണിക് ആസിഡ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് പ്രയോറിറ്റി വരിക? COOR, that is ester, acid chloride, acid amide, acid chloride, acid amide. Carboxylic acid, sulfonic acid, ester, acid chloride, acid amide. ആ acid amide കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രയോറിറ്റി that is cyanides. Cyanides കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പിന്നെ വരുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. ആൽഡിഹൈഡ് ആൻഡ് കീറ്റോ ഗ്രൂപ്പ്. ഈ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോ ഗ്രൂപ്പ് ആർക്കാണ് പ്രിഫറൻസ് വരിക? ആൽഡിഹൈഡ് ഗ്രൂപ്പിനാണോ ഫസ്റ്റ് പ്രിഫറൻസ്? യെസ്, കീറ്റോ ഗ്രൂപ്പ്. ആരാണ് പറഞ്ഞത് കീറ്റോൺ എന്നുള്ളത്? ആൽഡിഹൈഡ് ആൻഡ് ഇത് വരുമ്പോ Irene, Imran, if you consider the aldehyde and keto group, the aldehyde group should get the preference. The aldehyde group will get the preference. Aldehyde group കഴിഞ്ഞിട്ട് ഏത് ഗ്രൂപ്പ് ഉള്ളൂ? Keto group. Aldehyde group, then comes the keto group. First preference goes to aldehyde and keto. ഇതാണ് ഓർത്തിരിക്കാനുള്ള. സയനൈഡ്സ് ആണ് ആദ്യം preference വരിക. അത് കഴിഞ്ഞാൽ aldehyde, അത് കഴിഞ്ഞാൽ keto group, അത് കഴിഞ്ഞാൽ keto groups. ഇനി ആൽക്കഹോൾ ആൻഡ് അമിനോ ഗ്രൂപ്പ്. ആൽക്കഹോൾ ഗ്രൂപ്പ് OH ഗ്രൂപ്പും NH ഗ്രൂപ്പ് ഉണ്ട്. ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കുക? ആൽക്കഹോളിനാണോ? യെസ്, ഗുഡ്. The OH group, the alcohol group gets the preference. Then comes the NH2 group. പിന്നെ ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ വരുമ്പോൾ ശരിക്കും പ്രിഫറൻസ് വരേണ്ടത് ഏതിനാണ് വരിക? ആൽക്കീൻ. Then comes alkyne. This is the order of priority of functional groups. ഈ priority തെറ്റാതെ ഓർത്തു വെക്കാണോ? Order of priority of functional groups: carboxylic acid, sulfonic acid, ester, acid chloride, acid amide. Then comes cyanides. അത് കഴിഞ്ഞിട്ടേ വരൂ aldehydes and ketones. Aldehydes comes before
ketones. Aldehyde comes before ketones. Then comes alcohol group, then NH2 group. NH2 group. How order of preference നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷൻസ് നിന്ന് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. What will be the naming of a compound? What will be the naming of a compound? Say for example, CH3. How we can name this compound? ഈ compound എങ്ങനെ നെയിം ചെയ്യാൻ പറ്റും? നമ്പറിംഗ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ആർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് വരിക? CH3, CO, CH2, CH2, CHO. Numbering. Numbering starts from left. Yes, numbering starts from left. That is a CHO. Therefore, it is 1, 2, 3, 4, 5. 4, 5. ആർക്കാണ് preference വരിക? Aldehyde gets the preference. Therefore, the compound is an aldehyde ആണ്. Aldehyde, second aldehyde. Aldehyde എന്ന് പറയുമ്പോൾ ഇതില്ലായിരുന്നെങ്കിൽ കീറ്റോ ഗ്രൂപ്പിന് പകരം ഇവിടെ വെറും CH2 ആയിരുന്നെങ്കിൽ CH2 ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ 1, 2, 3, 4, 5. Compound is pentanal ആണ് അല്ലേ? pentanal. ഇവിടെ ഫോർത്ത് പൊസിഷനിലാണ് എന്തുള്ളത്? CO ഉള്ളത്, കീറ്റോ ഗ്രൂപ്പ് ഉള്ളത്. Therefore, the compound is named as 4. പറയൂ. For oxopentanal. Good. It is 4-oxopentanal. 4-oxopentanal. How we can name this compound? അവ ഏതാണ് ഫങ്ഷൻ ഗ്രൂപ്പ് ഇത് കൊടുക്കുക. ഇനി naming the ring compounds. ഇതിനെ നമ്മൾ എന്ത് പറയും? Benzene 1, 2, CH2, CH3. Compound is known as ethyl benzene. Compound is ethyl benzene. എന്ത് പറയും? 1, 2, 3, 4. Compound is butyl benzene. ഒരെണ്ണം കൂടി വരാം. 1, 2, 3, 4, 5, 6. Hexyl benzene. Cyclohexane. This one. Benzene ആയിരുന്നു. How we can name this compound? This one is ethyl benzene. ഇവിടെ വരുമ്പോൾ propyl benzene, hexyl benzene. How we can name this compound? ഈ കോമ്പൗണ്ടിന്റെ നെയിമിംഗ് എങ്ങനെയായിരിക്കും? ഇത് octyl benzene എന്ന് പറയോ എന്നുള്ളതാണ് ചോദ്യം. Whether the compound can be named as octyl benzene. പറയോ? ഇവിടെ നോക്കുക, ഇവിടെ വരെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 6 വരികയാണെങ്കിൽ 1, 2, 3, 4, 5,
1, 2, 3, 4, 5 pentyl benzene, hexyl benzene. Number of carbon atoms 6 കൂടുതൽ വരികയാണെങ്കിൽ this forms the parent compound. Good. Amal, now chain having largest number of carbon atoms is considered as the parent chain. Jessica, very good. Angela, Amal, now therefore ഇതാണ് parent compound ആയിട്ട് വരിക. Therefore ഇത് parent compound ആയിട്ട് വരുമ്പോൾ ഇവിടെയാണ് ഇത് വരിക, side chain ആയിട്ട് വരിക. Therefore the compound is 1, 2, 4, 5, 6, 7, 8. Therefore compound is known as 1-phenyl octane. 1-phenyl octane. How we can name this compound? ഈ compound നമ്മൾ എങ്ങനെ ചെയ്യാം? Name ചെയ്യാം. ആരാണ് ഇതിൽ parent compound ആയിട്ട് വരും? Yes. Benzene ആണ് parent എന്ന് പറയുന്നു. ആര്? Jessica. Benzene is the parent compound. Benzene is the parent compound. Irene Jose പറയുന്നു 3-phenyl propanol. 3-phenyl propanol. 3-phenyl propanol എന്ന് പറയുമ്പോൾ propanol എന്ന് പറയുമ്പോൾ ഏതാ കോമ്പൗണ്ട്? CH3, CH2, CH2, OH ആണ് propanol. 1, 2, 3 ഇവിടെയാണോ വരുന്നത്? ഇവിടെയാണെങ്കിൽ ശരിയാണോ? 1, 2, 3. 1, 2, 3. അഞ്ജല, ആയിരം തിരുത്തി 3-phenyl ethanol. 3-phenyl ethanol വരുമോ? ഇത് ഏതാ കോമ്പൗണ്ട്? ഇതില്ലായിരുന്നെങ്കിൽ കോമ്പൗണ്ട് CH3, CH2, OH. CH3, CH2, OH is ethanol. ഇത് ethanol ആണ്. എത്തനോളിന്റെ ഒരു ഹൈഡ്രജനാറ്റത്തിനെ മാറ്റിയിട്ട് ആര് വന്നു? ഫിനൈൽ ഗ്രൂപ്പ് വന്നു. Therefore it is compound is phenyl ethanol ആണ്. ആ ഫിനൈൽ ഗ്രൂപ്പ് എത്രാമത്തെ പൊസിഷനിൽ വരുന്നു? ആരാണ്? This is the parent compound വരിക. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇവിടെ വരുമ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പിൽ ഏതാണുള്ളത് അതാണ് parent compound വരിക. ഫിനൈൽ എത്തനോൾ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ OH ഗ്രൂപ്പ്. This is the first preference. This is the second preference. Therefore compound is 2-phenyl ethanol. Compound is 2-phenyl ethanol. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. ഷാഹിദ്, റീൻ, അഞ്ജന. Yes. Jessica, how ethanol becomes parent? പറഞ്ഞു വരുന്നത് വേണം. ഇവിടെ നമ്പർ ഓഫ് 6 കാർബണേറ്റത്തെക്കാളും കുറവാണ് ഇവിടെയെങ്കിൽ this is the parent compound. ഇതാണ് parent compound വരിക. Jessica ശ്രദ്ധിക്കുക. ഇവിടെ 6 ഗ്രൂപ്പ്, ഇവിടെ 1, 2, 3 എണ്ണം ഇടും. This is the parent compound. 4, 5, 6 വന്നാലും ഇതാണ് parent compound ആയിട്ട് വരിക. ഇനി 6നേക്കാൾ കൂടുതൽ വന്നാലോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാലോ, ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് നമ്മൾ ഓർഡർ ഓഫ് പ്രയോറിറ്റി ഏതൊക്കെയാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് എന്ന് കണ്ടു. ആ ഓർഡർ ഓഫ് പ്രയോറിറ്റി ഫംഗ്ഷൻ ഏതെങ്കിലും ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാലോ, ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ this becomes the parent compound. Say for example the compound is നോക്കുക. ഈ സൈഡ് ചെയിനിൽ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നു. CHO is a function group. അപ്പോൾ CHO ഏതൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാലും this becomes the parent compound. അപ്പൊ ജസിക, how we can name this compound? ഈ കോമ്പൗണ്ടിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? അതായത് ബെൻസീൻ അല്ല പാരന്റ് കോമ്പൗണ്ട്, ഇവിടെയാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. Therefore this becomes a parent compound. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രയോറിറ്റി ഓഫ് ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് നോക്കുക, നമ്പറിംഗ് നോക്കുക. How we can name this compound? ജസിക ഒന്ന് പറഞ്ഞേ.
എങ്ങനെയാണ് നമുക്ക് നെയിം ചെയ്യാം? ശരിയാണോ? ഫംഗ്ഷൻ ഗ്രൂപ്പ് പ്രസന്റ് ആയതുകൊണ്ട് തന്നെയാണ് ദാറ്റ് ബിക്കംസ് എ ഫംഗ്ഷൻ. ജെസിക്ക 2-phenyl propanaldehyde. ഒരു IUPAC നെയിം ആൽഡിഹൈഡ് എന്നുള്ളതിനെ ഇറ്റ് ഈസ് നെയിംഡ് ആസ് ആൾ അല്ലെ? IUPAC നെയിം ഇറ്റ് ഈസ് നെയിംഡ് ആസ് ആൾ എന്നാണ് പറയാ. അപ്പോ ജെസിക്ക പറഞ്ഞ എന്താണ്? 3-phenyl propanaldehyde. Propanaldehyde is common name ആണ്. Is named as propanol. 1, 2, 3. Therefore, the compound is named as 3-phenyl propanol. Compound is 3-phenyl propanol. Good. Anjala, clear അല്ലേ? ഗൗതം, കീറ്റോണിന്റെ ഷാഹിദ് ചോദിച്ചിട്ടുണ്ട്, കീറ്റോണിന്റെ സഫിക്സ് ഓക്സോ മുൻപ് പറഞ്ഞിരുന്നു. കീറ്റോ ഈസ് നെയിംഡ് ആസ് കീറ്റോ എന്ന് പറഞ്ഞിരുന്നു. But now IUPAC recommends to use the word oxo. Oxo is better. Oxo തന്നെയാണ്. The oxo. Keto. Clear അല്ലേ ജെസിക്ക? കീറ്റോണിന്റെ സഫിക്സ് ഓക്സോ ആണ്. When to use carbaldehyde? ഒരു സൈക്ലിക് കോമ്പൗണ്ടിൽ CHO ഗ്രൂപ്പ് വരാം. What is the IUPAC name of this compound? ഇതിന്റെ IUPAC നെയിം എന്താണ്? ടുളുവീൻ അല്ലല്ലോ ഇമ്രാൻ. ടുളുവീൻ എന്ന് വരുമ്പോ ടുളുവീനിന് എന്ത് വരണം? ഇതിന്റെ ഉള്ളില് മൊത്തം വരണം. ബെൻസീനാണ്. CH3. ഇതാണ് ടുളുവീൻ. ബെൻസനാൽ. ജെസിക്ക ബെൻസനാൽ അല്ല. ഇറ്റ് ഈസ് നെയിംഡ് ആസ്. രണ്ടുപേര് നല്ല ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഐറീൻ, ജെസലി, ശ്രീദേവ്. സൈക്ലോ ആൽഡിഹൈഡ് അല്ല. ഇറ്റ് ഈസ് നെയിംഡ് ആസ് സൈക്ലോ. ഇതില്ലായിരുന്നെങ്കിൽ കോമ്പൗണ്ട് ഈസ് സൈക്ലോഹെക്സൈൻ ആണ്. സൈക്ലോഹെക്സൈൻ. CHO വരുന്നുണ്ട്. Therefore, it is cyclohexane carbaldehyde. Cyclohexane carbaldehyde. This compound, which was previously known as benzene carbaldehyde, now it is benzaldehyde. Benzene carbaldehyde ഞാൻ നമ്മൾ പറയുന്നത് benzaldehyde. Clear ആണോ? Cyclohexane carbaldehyde. ഇനി how we can name this compound?
ഈ കോമ്പൗണ്ടിനെ എങ്ങനെ നെയിം ചെയ്യാം? ശരിക്കും നെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? സെലക്ട് the longest chain including the function group. Jessica, why can't we name here cyclohexanol? എവിടെയാണ് cyclohexanol പറയുന്നത്? സൈക്ലോഹെക്സേൻ. ഈ IUPAC നെയിം ചില പറയുന്നുണ്ട്. ചോദ്യം ഇതായിരുന്നു, എന്താണ് എവിടെയാണ് കാർബാലികൈഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക? കാർബാലികൈഡ്. IUPAC gives specific name. Cyclohexanol നമുക്ക് പറയാം. Cyclohexanol is a common name, but IUPAC use the name cyclohexane carbamide. IUPAC naming is cyclohexane carbamide. Cyclohexanol ശരിയാണോ? Cyclohexanol അറിയാം. ഹെപ്റ്റെയിൻ ആണോ ഇമ്രാൻ? ANE ആണോ? ഇതിന്റെ നമ്പറിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 1 2 3 4 5 6 7. 1 2 3 4 5 6 and 7. നമ്പറിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏതാണ് കറക്റ്റ് വേ ഓഫ് നമ്പറിങ്? കറക്റ്റ് വേ ഓഫ് നമ്പറിങ് A ആണോ B ആണോ? എങ്ങനെ നമ്പറിങ് ചെയ്താലും നോക്കുക, ലോവസ്റ്റ് സെറ്റ് ഓഫ് ലോക്കൻസ് റൂൾ. ലോവസ്റ്റ് സെറ്റ് ഓഫ് ലോക്കൻസ് റൂൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോവസ്റ്റ് സെറ്റ് ഓഫ് ലോക്കൻസ് റൂൾ എവിടെയാണോ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉള്ളത് അവിടെ ഏറ്റവും ലോവസ്റ്റ് സെറ്റ് കൊടുക്കുക. ഇങ്ങനെ നമ്പറിങ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് എവിടെയാണ്? ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആവും. ലോവസ്റ്റ് സെറ്റ് ഏത് വരും? 2 വരും, 5 വരും. ഇങ്ങനെ നെയിം ചെയ്താലോ? ഇങ്ങനെ നെയിം ചെയ്ത് കഴിഞ്ഞാലും 2 വരും, 5 വരും. ഇങ്ങനെ നെയിം ചെയ്താലും, ഇങ്ങോട്ട് നെയിം ചെയ്താലും, A വഴി നെയിം ചെയ്താലും B വഴി നെയിം ചെയ്താലും ലോവസ്റ്റ് സെറ്റ് ഈസ് 2 5 തന്നെയാണ്. അപ്പൊ ലോവസ്റ്റ് സെറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ രണ്ടും ലോവസ്റ്റ് സെറ്റ് ആണ്. അപ്പൊ A എടുക്കോ B എടുക്കോ? വിച്ച് വൺ വിൽ ബി ദ കറക്റ്റ് ആൻസർ? A or B? വിച്ച് വൺ ഈസ് ദ ലോവസ്റ്റ് സെറ്റ്? യെസ്, ഗുഡ്. A ഈസ് ദ ലോവസ്റ്റ് സെറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ B സെലക്ട് ചെയ്യാതെ A ലോവസ്റ്റ് സെറ്റ് ആയിട്ട് എടുക്കാൻ കാരണം? ലോവസ്റ്റ് സെറ്റ് ആയിട്ട് എടുക്കാൻ കാരണം because the priority, according to the order of priority of function group, double bond should get the preference. Double bond should get the preference. Therefore, double bond 2 triple bond 5. Therefore, how we can name this compound? How we can name it? Naming is hep2ene 5YNA. Good. Hep2ene 5YNA. Hep2ene 5YNE. ഇതൊന്ന് നോക്കിയേ. How? From where we start the numbering? What is the name of this compound? E compound numbering. 1 2 3 4 5 6 and 7. 1 2 3 4 5 6 and 7. 6 and 7. ലോവസ്റ്റ് ഇവിടെ വരുമ്പോൾ ലോവസ്റ്റ് സെറ്റ് ഓഫ് ലോക്കൻസ് റൂൾ ഇങ്ങോട്ട് ഈ റൂൾ എടുക്കാൻ ലോവസ്റ്റ് സെറ്റ് ചെയ്ത് വരും. ദിസ് ലോവസ്റ്റ് സെറ്റ് ഈസ് 2 4. ഇത് ഈസ് എ സെറ്റ്. ഇവിടുത്തെ സെറ്റ് എടുക്കുകയാണെങ്കിൽ ഏത് വരും? 3 5. ഇതാണ് ഇതിന്റെ സെറ്റ് വരിക. ഓർഡർ ഓഫ് പ്രിഫറൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ഓർഡർ ഓഫ് ഡബിൾ ബോണ്ട് ഷുഡ് ഗെറ്റ് ദ പ്രിഫറൻസ്. ഇതും കൂടെ നോക്കുമ്പോൾ 2 4 വരും. ഏതായിരിക്കും കറക്റ്റ്?
Sir, alkene has more preference, right? Then how can you came the last? We should usually write the group with more preference. ഏതിന്റെ ക്വസ്റ്റ്യൻ ഏതിന്റെ ഓപ്ഷൻ ആണ് സർ? ആൽക്കീൻ ഹാസ് മോർ പ്രിഫറൻസ്. യെസ്, ആൽക്കീൻ ഹാസ് മോർ പ്രിഫറൻസ്. ശരിയാണ്. ഹൗ ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് വൈൻ ആണ് വരിക. ഇറ്റ് ഈസ് നോട്ട് എ ഡെറിവേറ്റീവ് ഓഫ് ഈ അല്ല വരിക. IBC നെയിമിംഗിൽ ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ആൽക്കൈന്റെ ഡെറിവേറ്റീവ് ആണ്. ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ആൽക്കൈൻ. എല്ലാം അങ്ങനെയല്ലേ വരിക? ആൽക്കീനും വരും, അല്ലാതെ പിന്നെ ആൽക്കീനിന്റെ ഡെറിവേറ്റീവ് ആയിട്ടല്ലല്ലോ എഴുതുക. Alphabetical order. Have 3 in 5 alphabetical order. Right, alphabetical order. 3 y derivative ആയിട്ടാണ് വരിക, അല്ലാതെ have 5 y in 2 in അല്ല വരിക. ഇവിടെ ഏത് പറയും? ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഓപ്ഷൻസിൽ 2 4 വരും, 3 5 വരും. ഓപ്ഷൻ എ വരും, ബി വരും. ഏതാണ് സെലക്ട് ചെയ്യുക? യെസ്, ഗുഡ്. ഐറിൻ അഗെയിൻ. ഇവിടെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്ന ഓർഡർ ഓഫ് പ്രിഫറൻസ് നോക്കുമ്പോൾ ഡബിൾ ബോണ്ട് വരണം. ബട്ട് ഇങ്ങനത്തെ ഡിഫറൻസ് വന്നു കഴിയുമ്പോൾ again you have to select the lowest set of locus rule. Lowest set of locus rule ആണ് പ്രിഫറൻസ് വരിക. അപ്പൊ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരികയാണെങ്കിൽ സാധാരണ കേസിൽ സെയിം പൊസിഷനിൽ വരികയാണെങ്കിൽ ഡബിൾ ബോണ്ട് ആണ് പ്രിഫറൻസ്. അല്ലെങ്കിൽ you should select the lowest set. That means the lowest set is 2 4. Therefore that is the lowest set. അപ്പൊ ഇതല്ല ഓപ്ഷൻ വരിക. അപ്പൊ അങ്ങനെ എന്ത് വരും? The lowest set. ആരാണ് പറഞ്ഞിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്? യെസ്, ഈസ് ഐറിൻ, അഞ്ജല, ഇമ്രാൻ. ഹെപ്റ്റ് 4 in 2 yn. Hept 4 in 2 yn. IUPAC, naming of organic compounds. Select the longest chain including the function group such that the function group should get the lowest number. അപ്പോ ഈ ഇത് വന്നു കഴിഞ്ഞാൽ ഏത് നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷന് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇവിടെയൊക്കെയാണ് ചില സംശയങ്ങൾ വരിക. ഓർഡർ ഓഫ് പ്രയോറിറ്റി ഓഫ് ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അധികം സമയം ഈ IUPAC നെയിമിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിന് കളയേണ്ടതില്ല. സേ ഫോർ ദിസ് കോമ്പൗണ്ട്, how we can name this compound? ഇതിനെങ്ങനെ നെയിം ചെയ്യാൻ പറ്റും? How we can name this compound? What is the name of this compound? Yes, 1 2 3 4 5 6 7 8. Octane 3 all. Octane 3 all. The name of this compound.
ഐറിൻ പിന്നെയും തെറ്റിക്കാണല്ലോ ദൈവമേ. ജെസിക്ക, അഞ്ജല, നോക്ക. Select the longest chain including the function group such that the function group should get the lowest numbering. Lowest numbering. ഇവിടെ ആൾക്കോൾ ആയിരുന്നു ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ആൾക്കോൾ ലോവസ്റ്റ് നമ്പറിംഗ് ഈസ് OH ആണ്. ഇവിടെ ആരാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്? ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഈസ് ആൽഡിഹൈഡ്. Therefore this aldehyde contains a carbon atom. Carbon atom ഉണ്ട്. അപ്പൊ ലോവസ്റ്റ് നമ്പറിംഗ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? Numbering should start from this carbon atom, from this aldehyde 1 2. Yes. Then Imran. It is 2-ethyl heptanol. Heptanol എന്ന് പറഞ്ഞാൽ മതി. ഹെപ്റ്റൻ 1 ആൾ എന്ന് പറയേണ്ട കാര്യമില്ല. 2-ethyl heptan 1 ആൾ. What will be the name of this compound? Anticarboxylic acid. എന്താണ് അഞ്ജല? ഈത്തേൻ 1,2 ഡയോൾ ആണോ? ഈത്തേൻ 1,2 ഡയോയിക് ആസിഡ് ആണോ? ഐറിൻ ബ്യൂട്ടാൻ 1,4 ഡൈകാർബോക്സിലിക് ആസിഡ്. Select the longest chain including the function group. This both carboxylic acid contains carbon atom. Therefore, it is 1, 2, 3, 4. Compound is known as butane 1,4 dioic acid. Butane 1,4 dioic acid. ഈ ബ്യൂട്ടേൻ 1,4 ഡയോയിക് ആസിഡ് ഒരു കോമൺ നെയിം ഉണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഇസ് എ കോമൺ നെയിം ഓഫ് ബ്യൂട്ടേൻ 1,4 ഡയോയിക് ആസിഡ്? യെസ്, ഗുഡ്. The succinic acid. Compound is known as succinic acid. Compound is known as succinic acid. ഈ കോമ്പൗണ്ടിന്റെ നെയിമിംഗ് എന്തായിരിക്കും? സർ, BR ഒക്കെ വരുമ്പോൾ ഇല്ല, എന്താണ് ക്ലോറിൻ? ഷാഹിദ് എന്ത് ചോദിച്ചത്? സർ, ക്ലോറിൻ ബ്രോമിൻ ഒക്കെ വരുമ്പോ ഇല്ലേ പ്രിഫറൻസ്? യെസ്, ഓർഡർ ഓഫ് പ്രിഫറൻസ് വരുമ്പോൾ ആൽഫബറ്റിക്കൽ നെയിമിംഗ് വരണം. ആൽഫബറ്റിക്കൽ നെയിമിംഗ് വരണം. ആൽഫബറ്റിക്കൽ നെയിമിംഗ് അണ്ടർസ്റ്റുഡ് ആണ്, ശരിയാണ്. ആൽഫബറ്റിക്കൽ വരണം. ആൽഫബറ്റിക്കൽ ഓർഡർ. യെസ്, ആൽഫബറ്റിക്കൽ ഓർഡർ. How we can name this compound? Numbering എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ആൻസർ പറയുന്നില്ലല്ലോ. How we can name this compound?
ജെസ്സിക്ക ചോദിച്ചിട്ടുണ്ട് നമ്പറിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇവിടെ നിന്ന് 1 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ, ഇനി ഇങ്ങനെ പോണോ 1 2 3, അല്ലെങ്കിൽ ഇങ്ങനെ പോണോ, അല്ലെങ്കിൽ നമ്പറിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ, ഈ വഴിക്ക് പോണോ, അല്ലെങ്കിൽ ഈ വഴിക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ, എവിടെ നിന്നാണ് ഈ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക? Select the longest chain including the functional group such that the functional group should get the lowest number. നൈട്രോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യോ? നൈട്രോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, ബിക്കോസ് നൈട്രോ ഗ്രൂപ്പ് ഈസ് നോട്ട് റിഗാർഡഡ് ആസ് എ ഫങ്ഷൻ ഗ്രൂപ്പ്. നൈട്രോ ഗ്രൂപ്പ് ഈസ് നോട്ട് റിഗാർഡഡ് ആസ് എ ഫങ്ഷൻ ഗ്രൂപ്പ്. ഹാലജൻസ് they are not regarded as a function group. ഹാലജൻസ് ഫങ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് റിഗാർഡ് ചെയ്തിട്ടില്ല. Nitro group is not regarded as alkyl groups. They are not regarded as function groups. Therefore, the way of numbering idella is the wrong way of numbering the compound. Therefore, the answer എന്തായിരിക്കും? 2-nitrocyclohexane. ഇനി അപ്പൊ പിന്നെ സംശയം വരും, alkene should get the preference. Alkene should get the preference. രണ്ടുപേരും ആൻസർ പറഞ്ഞിട്ടുള്ളത്, അതായത് ഇമ്രാൻ ആൻഡ് ശ്രീദേവ്. ഇമ്രാൻ ആൻഡ് ശ്രീദേവ് പറഞ്ഞിട്ടുള്ളത് 2-nitrocyclohexene, 1-nitrocyclohexene. അപ്പൊ 1-nitrocyclohexene. പിന്നെ പറയുന്നത് 2-nitro. ഈ നൈട്രോയിൽ സെക്കൻഡ് പൊസിഷൻ വരണമെങ്കിൽ നമ്പറിങ് ഇവിടെ നിന്ന് തുടങ്ങണ്ടേ? നമ്പറിങ് ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ബോണ്ടിനെ ഇൻക്ലൂഡ് ചെയ്തോ? ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ചെയ്ത്, ഡബിൾ ബോണ്ട് ഇതാണ് ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ചെയ്യാതെ ഇവിടെ നിന്ന് എങ്ങനെയാ നമ്പറിങ് തുടങ്ങുക? അല്ലല്ലോ, ശരിയല്ലല്ലോ. ഈ ഡബിൾ ബോണ്ടിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്പറിങ് എവിടെ നിന്ന് എങ്ങനെയായിരിക്കണം? including the double bond. Yes. അപ്പോഴും നവീൻ പറഞ്ഞത് സൈക്ലോഹെക്സെയിൻ ആണ്. സൈക്ലോഹെക്സെയിൻ ആണോ? യെസ്, തിരുത്തി. ഷാഹിദ് പറയുന്നത് 6-nitrocyclohexene. 6-nitro എന്ന് പറയുമ്പോൾ 1 2 3 4 5 6. 1 2 3 4 5 6. ഇവിടെ ലോവസ്റ്റ് നമ്പർ എവിടെയോ വന്നിരിക്കുന്നത്? 1 ഡബിൾ ബോണ്ട്, 1-ലും 6-ലും. ഇവിടെയോ 1-ലും 3-ലും. Which is the lowest set? Lowest set of Locke's rule. ഇവിടെ നമ്പറിംഗ് ചെയ്യുകയാണെങ്കിൽ ഇത് വരില്ല, 1 2 വരില്ല, ബിക്കോസ് ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഡബിൾ ബോണ്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 6-ലേക്ക് വരാം, 1 3-ലേക്ക് വരാം. ഏതാണോ ലോവസ്റ്റ് സെറ്റ്? This is the lowest set. ലോവസ്റ്റ് സെറ്റ് ഇത് വരുമ്പോ എങ്ങനെ വരണം? 3-nitrocyclohexene. 3-nitrocyclohexene. തെറ്റിക്കില്ലല്ലോ. അപ്പൊ ഓപ്ഷൻസ് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതിന്റെ ഓപ്ഷൻസും ആ ഫങ്ഷൻ ഗ്രൂപ്പ്സിന്റെ പ്രിഫറൻസും അറിയാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് IUPAC നെയിമിങ് അറിയാം. IUPAC നെയിം വളരെ അപൂർവം കേസേ നേരിട്ട് ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ ചോദിക്കണമെങ്കിൽ കുട്ടികൾ വളരെ സന്തോഷത്തിലായിരിക്കും. എന്ന് വെച്ചാൽ IUPAC നെയിം ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഓർഡർ ഓഫ് പ്രിഫറൻസിൽ ഉറപ്പായിട്ടും ആ കുട്ടിക്ക് ആൻസർ കിട്ടും. ചെയ്തൂടെ? IUPAC നെയിമിങ് അധികം സമയം കളയേണ്ട കാര്യമുണ്ടോ? നെയിമിങ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓർത്തു വയ്ക്കുക. സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ including the function group such that the function group should get the lowest numbering. എന്നിട്ട് ആ ഓർഡർ ഓഫ് പ്രിഫറൻസും അറിയാന്നുണ്ടെങ്കിൽ we can easily write down the IUPAC naming of organic compounds. Clear? ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ഈ ചാപ്റ്ററിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു, അല്ലെ, cyclic compounds and acyclic compounds.
cyclic compounds ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. Our cyclic compounds can be classified into again aromatic and alicyclic compounds. Aromatic and alicyclic compounds. Aromatic compounds and benzenoid and non-benzenoid compounds ഉണ്ടാവും. Heterocyclic compounds and homocyclic അല്ലേ? Aromatic compounds can again be classified into homocyclic and heterocyclic. Alicyclic compounds can again be classified into homocyclic and heterocyclic compounds. പ്രധാനമായിട്ടും ചോദ്യം വരുന്നത് ഇവിടെയാണ്. Which one of the following compound is aromatic? Homocyclic aromatic compound, heterocyclic aromatic compound. What is the criteria for a compound to be aromatic? ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ് എന്നുള്ളതിന് വാട്ട് ഈസ് എ മേജർ ക്രൈറ്റീരിയ? എന്താണ് ക്രൈറ്റീരിയ ഉള്ളത്? ആരോമാറ്റിക് കോമ്പൗണ്ട് ഈസ് ആരോമാറ്റിക്. എന്താണ് മേജർ ക്രൈറ്റീരിയ? The first major criteria is the compound should be cyclic, planar, and conjugated. Cyclic ആയിരിക്കണം, planar ആയിരിക്കണം, conjugated ആയിരിക്കണം. Cyclic, planar, and conjugated. The other important criteria, it should obey the Huckel's rule. Huckel's rule, that is 4n+2 pi electron rule, where the value of n is equal to 0, 1, 2, 3, etc. The two major criteria for a compound to be aromatic is cyclic, planar, and conjugated. എന്താണ് conjugated system? അറിയാലോ അല്ലേ? Conjugated system, isolated system, cumulative system. Conjugated system എന്ന് പറയുമ്പോൾ alternate single and double bonds വരാം. Alternate single and double bonds വരാം. രണ്ട് അടുപ്പിച്ച് ഡബിൾ ബോണ്ട് വരുമ്പോൾ we call it as cumulated double bond. Cumulanes, allenes. അപ്പുറത്തും വേറെ അകലകലിയായിട്ട് ഡബിൾ ബോണ്ട് വരും, we call it as isolated system. Conjugated system. അവ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് വരാം. പ്ലാനാർ ആയിരിക്കണം, സൈക്ലിക് ആയിരിക്കണം. It should obey Huckel's rule 4n+2 pi electron rule obey ചെയ്യുകയാണെങ്കിൽ. അതിലെ 4n+2 എന്ന് പറയുമ്പോൾ n is equal to 0 എന്ന് പറയുമ്പോൾ 2 pi electrons. 1 എന്ന് പറയുമ്പോൾ 6 pi electrons. 2 എന്ന് പറയുമ്പോൾ 10 pi electrons. 3 എന്ന് പറയുമ്പോൾ 14 pi electrons അല്ലേ? ഇങ്ങനെ പൈ ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ടുകൾ they are aromatic. ആ aromatic compounds homocyclic and heterocyclic compounds ഉണ്ട്. ഹോമോസൈക്ലിക് എന്ന് പറയുമ്പോൾ കാർബൺ കോമ്പൗണ്ട്സിന്റെ സ്റ്റഡിയാണ്. അപ്പോൾ കാർബോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് അല്ലേ? കാർബോസൈക്ലിക് കോമ്പൗണ്ട്സ്. വെൽ നോൺ എക്സാമ്പിൾ ബെൻസീൻ അല്ലേ? സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്. ഓൾ ദ കാർബൺ ആറ്റംസ് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ആൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉണ്ട്. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 1, 2, 3 പൈ ബോണ്ട് ഉണ്ട്. അപ്പൊ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. Therefore, the compound is an example of a homocyclic aromatic compound. ഇനി ഇവിടെ ഒരു ബെൻസീൻ റിംഗ് കൂടി കോൺജുഗേറ്റ് വരാം. എത്ര പൈ ഇലക്ട്രോൺസ് ആയി? 1, 2, 3, 4, 5 10 പൈ ഇലക്ട്രോൺസ് ആയി. സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്. കോമ്പൗണ്ട് ഈസ് നോൺ ആസ് yes.
എന്താണ് ഐറീൻ ആന്ത്രസീൻ എന്ന് പറയാൻ കാരണം ഈ this compound is known as naphthalene. Compound is known as naphthalene. ഐറീൻ തെറ്റിക്കരുത് കേട്ടോ. ഈ ആന്ത്രസീൻ വരുന്ന എവിടെയാണ്? ഒരു ബെൻസീൻ റിംഗും കൂടി വരിക. ഇതിനെയാണ് നമ്മൾ പറയുന്നത് we call it as anthracene. Cyclic പറയാൻ പറ്റുമോ? ആന്ത്രസീനിൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? How many pi electrons? How many pi electrons are there in anthracene? എത്ര pi electrons ഉണ്ട്? Yes, good. There's 14 pi electrons. 14 pi electrons വരും. Cyclic double bond, single bond, double bond, single bond, double bond, single bond, double bond, single bond ഇങ്ങനെ പോകുന്നു. Therefore, there are 14, 1, 2, 3, 2, 5, 2, 7 pi bond. Therefore, it is 14 pi electrons. Examples of homocyclic aromatic compounds. Benzenoid compounds ആണ്. Benzenoid compounds ആണ്. Non-benzenoid compounds ഉണ്ട്. Non-benzenoid compound. An example, compound is known as propone. Is known as propone. An example of non-benzenoid aromatic compound. Non-benzenoid aromatic compound now. Another example is propylone. Propylone. Alcohol group alone. ഈ compound നമ്മൾ എന്ത് പറയും? How we can name this compound? This compound is cyclopropane. This is cyclopropane. ഇത് cyclopropane. This one is cyclopropane. അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം പോയില്ലേ? രണ്ട് ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഹൈഡ്രജൻ ആറ്റം പോയിട്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് വരിക. Compound is known as compound is വരട്ടെ. Compound is cyclopropane. Cyclopropane അതിൽ നിന്ന് ഒരു H+ പ്രോട്ടോൺ പോയി. അവിടെ കാറ്റയോൺ നെയിം വന്നു അല്ലേ? Compound is known as ഏത് കോമ്പൗണ്ടിനെയാണ്? ഫുറാനും മറ്റേ എക്സാം ഫുറാനും തയോഫീനും വേറെ എന്തോ മനസ്സിൽ വെച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ജസീക, what is the name of this compound? Compound is known as cyclopropynyl cation. Cyclopropynyl cation. Cyclopropynyl cation aromatic ആണോ? Cyclopropynyl cation is aromatic.
Aromatic ആണോ? Cyclopropynyl cation. Yes, good. Cyclopropynyl cation is aromatic. Cyclopropynyl cation is aromatic because it is planar, conjugate, double bond, single bond, obeys the Huckel's rule 4n+2. 2 pi electrons. ആകെ 2 pi electrons വെച്ചിട്ട് compound aromatic ആയുള്ള example ആണ് cyclopropynyl cation. Cyclopropynyl cation. ഈ കോമ്പൗണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? കോമ്പൗണ്ട് ഈസ് സൈക്ലോ പെൻഡ ആനിയോൺ ഇല്ല കേട്ടോ. ട്രോപ്പീൻ അല്ല ഇമ്രാൻ, ട്രോപ്പോൺ ആണ് കേട്ടോ. ട്രോപ്പോൺ മുന്നേ പറഞ്ഞ എക്സാമ്പിൾ ഇറ്റ് ഈസ് ട്രോപ്പോൺ ആണ്. ട്രോപ്പോൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ബെൻസിനോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്. നോൺ ബെൻസിനോയിഡ് ട്രോപ്പോൺ. ട്രോപ്പോൺ ട്രോപ്പീൻ അല്ല ഇമ്രാൻ. ട്രോപ്പോൺ ഈസ് yes cyclopentadiene. This one is cyclopentadiene. Cyclopentadiene aromatic ആണോ? No, it is not aromatic അല്ല. വളരെ വ്യക്തമായിട്ട് അറിയാം. Huckel's rule obey ചെയ്യുന്നില്ല. If it is this one, this one we call it as cyclopentadienyl anion. Cyclopentadienyl anion. Cyclopentadienyl anion aromatic ആണോ? Cyclopentadienyl anion, whether it is aromatic. ആൻസർ വരുന്നില്ല. Yes, cyclopentadienyl anion is aromatic. ഈ രണ്ട് electrons is utilizing for aromaticity. Therefore, cyclopentadienyl anion is aromatic. Now, which one of the following is aromatic? Non-aromatic എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാറിഞ്ഞൂടെ? ചെയ്യാൻ കഴിയുമോ? ഇതെല്ലാം homocyclic compound ആണ്. Homocyclic compound only contains carbon atom. Only contains carbon atom. Contains carbon atom. ഈ കോമ്പൗണ്ട് നമ്മൾ എന്ത് പറയും? Irene, what is the number of pi electrons? Number of pi electrons പറയുമ്പോൾ ഇവിടെ 4 pi electrons ഉണ്ട്. ഇവിടത്തെ ഈ 2 electrons ഉണ്ടല്ലോ, ഈ 2 both these electrons on this carbon atom is giving for aromaticity. Aromatic compounds are highly stable ആണ്. ഈ കാർബണിന്റെ 2 compounds റെസൊണൻസിന് വേണ്ടി വിട്ടുകൊടുത്തിട്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് കൊടുത്തിട്ട് it is utilizing for aromaticity. ഓർത്തു വയ്ക്കുക, cyclopentadienyl anion. അതേ അവസ്ഥ തന്നെയാണിത്. compound is known as furan. Furan, whether it is aromatic. Aromatic ആണോ furan? Yes. Oh, എന്താണ് ജെസിക്ക? furan is aromatic. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ്. 1 2 3 4 4 pi electrons ഉള്ളൂ. These electrons on the oxygen atom, 2 of the electrons, ഒരു pair of electrons is given for aromaticity. Furan is aromatic. Furan is aromatic. Compound is known as thiophene. Again, thiophene is
Aromatic. Thiophene is another example of aromatic. Compound is known as pyridine. This pyridine, furan, thiophene, etc. are all examples of heterocyclic aromatic compound. Aromatic, but they are heterocyclic. Heterocyclic aromatic compound. Homocyclic aromatic compounds. These are heterocyclic aromatic compounds. Is all organic compound that show resonance. Resonance തരുന്നതെല്ലാം aromatic അല്ല. Say for example, if you take another example, alternate single and double bonds. The well-known example is compound name is cyclooctatetraene. Cyclooctatetraene. This resonance ഉണ്ട്. Alternate single and double bonds. Double bond, single bond, double bond, single bond, double bond, single bond ഉണ്ട്. ഇത് aromatic compound ആണോ? Is not an aromatic compound. This aromatic compound അല്ല. Aromatic compound it contains 1, 2, 3, 4. 4 pi bond, 8 pi electrons ഉള്ളൂ. 8 pi electrons. It's not an aromatic compound. എല്ലാം കയറി റെസൊണൻസ് എന്ന് പറയില്ല. റെസൊണൻസ് പറയാൻ കാരണം ഇവിടെ alternate single and double bonds എന്നുള്ളത് കാണിച്ചു തന്നതാണ്. 6 pi electrons, 2 pi electrons, 6 pi electrons, 10 pi electrons. Criteria for a compound to be aromatic. Shahid, clearly it is a non-aromatic compound. Our homocyclic compounds, heterocyclic compounds, aromatic compounds, non-aromatic compounds. അപ്പോൾ aromaticity, which one of the following is aromatic, non-aromatic എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോ ഈ ആലിസൈക്ലിക് കോമ്പൗണ്ട്സില് നമ്മൾ എങ്ങനെ പറഞ്ഞു? ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് ഫുറാൻ, which is aromatic. ഇതിനെ നമ്മൾ എന്ത് പറയും? Yes, compound. ഇവിടെ രണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, അതില്ല ഇതില്. സാച്ചുറേറ്റഡ് ആണ്. Compound is known as what about this compound? ഈ കോമ്പൗണ്ട് നമ്മൾ എന്ത് പറയും? ഇത് ഫുറാൻ, ഇത് സാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേറ്റഡ് ആവാൻ എന്ത് ആഡ് ചെയ്തു? ഹൈഡ്രജൻ ആഡ് ചെയ്തു. This compound is known as tetrahydrofuran, THF, tetrahydrofuran. aromatic ആണോ? എങ്ങനെയാണ് aromatic ആവുക? പൈ ഇലക്ട്രോൺസ് പോലും ഇല്ല. No pi electrons. It is not at all an aromatic compound. It is an example of an alicyclic compound, heterocyclic alicyclic compound now. Heterocyclic alicyclic compound. Tetrahydrofuran. This one is aromatic, which was known as pyridine. നമ്മൾ എന്ത് പറയും? This compound is known as piperidine.
Again, heterocyclic compound ആണ്, non aromatic piperidine. So, which one of the following compounds is aromatic, non aromatic? അത് ചോദിച്ചു എഴുതാൻ പറ്റില്ലേ? Just check the cyclic ആണോ, planar ആണോ, conjugated ആണോ എന്ന് നോക്കുക, ശ്രദ്ധിക്കുക. അതായത് obeys Huckel's rule എന്ന് നോക്കുക. ചെയ്തൂടെ? Aromatic compounds. Clear? പിന്നെ ചാപ്റ്ററിൽ ഐസോമെറിസത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? Isomerism. What are isomers? എന്താണ് isomers? Compounds having the same molecular formula. അല്ലേ? Compounds having the same molecular formula but entirely different properties, but entirely different physical and chemical properties are said to be isomers. And this phenomenon is known as isomerism. And this isomerism is broadly classified into structural isomerism and stereoisomerism. Structural isomerism and stereoisomerism. എന്താണ് structural isomerism? Compounds having the same molecular formula. Compounds having the same molecular formula. Compounds having the same molecular formula, but entirely different structure representation. Compounds having the same molecular formula but entirely different structure representation are said to be structural isomers, and the phenomenon is known as structural isomerism. ഈ structural isomerism is again classified into ഏതൊക്കെയാണെന്ന് അറിയാം അല്ലേ? ഏതൊക്കെയാണുള്ളത്? Classified into chain isomerism, position isomerism, functional isomerism, metamerism, tautomerism, and ring chain isomerism. Cluster structure isomerism. Compounds have the same molecular formula but entirely different structure representation. Chain isomerism. ഈ isomerism എല്ലാം അറിയാലോ അല്ലേ? Which one are the ഒന്ന് straight chain structure, മറ്റേത് branch വരിക, position of the function group മാറ്റം വരിക, position isomerism. Function group entirely change. Say if ഇതിന്റെ CH3 CO CH3, what is the functional isomer of compound പേര് എന്താണ്? Compound is acetone. What is the functional isomer of acetone? Acetone functional isomer ആരാണ്? Answer. Propan 2 on. Propanone മതി. 2 ന്റെ functional group പറയുന്നത് propanone ആണ്, acetone, which is known as propanone. Propanone in the functional isomer. Good. It is propanol. Propanol. Propanol എന്ന് പറയുമ്പോൾ CH3, CH2, CHO. Same molecular formula C3H6O. Compounds have the same molecular formula but entirely different structure. CH3 CH2OH. What is the functional isomer of alcohol? Alcohol functional isomer ആരാണ്? Either yes, CH3O CH3 C2H6O. Same molecular formula. Alcohols are functional isomers of ethers. Ketones are functional isomers of aldehydes. Acetic acid. Acid in the functional isomer ആരാണ്?
Carboxylic acid down. Yes, esters. HCOOCH3. C3CO, ethanoic acid, acetic acid. Ethanoic acid. How we can name this compound? HCOOCH3 is named as HCOOCH3. എങ്ങനെ നെയിം ചെയ്യും? ആൻസർ വരുന്നില്ലല്ലോ. This ester ആണ്. How we can name an ester? What is the IUPAC name of this compound? HCOOCH3. Methyl methanovate വരുന്നുണ്ട്. Methyl ethanoate. ഏതാ സാധനം? HCOOH is methanoic acid or commonly known as formic acid ആണ് methanoic acid. അവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് methyl ഗ്രൂപ്പ് വന്നത്. അപ്പോൾ compound is known as methyl methanovate. Methyl methanovate or methyl formate. Carboxylic acids are functional isomers of esters. Functional isomers of esters. Regarding the metabolism. If the number of carbon atoms on either side of function group, CH3O, CH2, CH2, CH3. Functional group random same ആണ്. Both are either. If the number of carbon atoms on either side of the function groups are different, then that type of isomers we call it as metamers. Both are either. What is the IUPAC name of this compound? This compound IUPAC naming endu parayan pattum? IUPAC name. Yes. Methoxypropane. Methoxypropane. Ethoxyethane. Metabolism. Then comes the tautomerism. If there exists a dynamic equilibrium between two forms of the same compound, അങ്ങനെയുള്ള compounds നെയാണ് പറയുന്നത്, we call it as tautomers. Is metabolism same as positional? Say positional ആണോ metabolism? ഇത് ethoxyethane അല്ലേ? This one is ethoxyethane. This one is methoxypropane അല്ലേ? Methoxypropane. നോക്ക് ജെസിക, പൊസിഷൻ ആണോ? It is 1, 2, 3. It is 1, 2, 3. 1 methoxypropane and here it is 2 methoxypropane. ഇത് രണ്ടുമാണ് positional isomers. These are positional isomers. Tautomerism. If there exists a dynamic equilibrium between two forms of the same compound, different forms will exist here. Say for example CH2. This CH2 double bond CH, we call it as vinyl. And this alcohol group, vinyl alcohol. CH2 double bond CH, vinyl alcohol. ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിനോട് തന്നെ ഒരു ആൽക്കഹോൾ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിനോട് ഒരു ആൽക്കഹോൾ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Therefore we call it as an enol form എന്ന് പറയും. enol form. ഈനിന്റെ കൂടെ ആൽക്കഹോൾ, enol form. CH2 double bond CHO.
ഇങ്ങനെയുള്ള ഒരു കോമ്പൗണ്ട്, there is exists a dynamic equilibrium between two forms of the same compound. Same compound in രണ്ട് different forms exist ചെയ്യുന്നു. What is the keto form of enol? Keto form in the enol ഈ vinyl alcohol keto form ഏതാണ്? Vinyl alcohol keto form. Yes, aldehyde ആണ്. Aldehyde ആണ്. ഏതാണ് കോമ്പൗണ്ട്? CH3 CHO, that is ethanol. Ethanol. നോക്കാം, CH2 double bond CHOH 1 2 3. ഈ കീറ്റോൺ ടോട്ടോമേഴ്സിനെ we call it as 1-3 shift എന്ന് പറയാറുണ്ട്. 1-3 shift 1 2 3. സംഭവിക്കുന്നത് വെച്ചാൽ ഈ പ്രോട്ടോൺ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യും, ഇവിടുന്ന് വിട്ടുകളെ. അപ്പൊ ഈ ഇലക്ട്രോൺസും കൂടി ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ പൈ ഇലക്ട്രോൺസ് ഈ കാർബൺ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് ഈ പ്രോട്ടോൺ H+ വിട്ടിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും, ഈ കാർബൺ വന്ന് കമ്പൈൻ ചെയ്യും. അപ്പൊ വരുന്ന ആളെന്ത് വരുന്നു? CH3 CH double bond O. We call it as a 1-3 shift. 1-3 shift. Keto-enol tautomerism. This is the keto form. Keto form. 1 2 3. 1-3 shift നടക്കുന്നു. Keto-enol tautomerism. Keto-enol tautomerism. ഒരുവിധം കേസുകളിലേക്ക് സാധാരണ കേസിൽ കീറ്റോ ഫോം ആണോ? എല്ലായ്പ്പോഴും പറയാൻ പറ്റില്ല കേട്ടോ. ഇഷ്ടംപോലെ കേസുകളിൽ, ചില കേസുകളിൽ ഈനോൾ ഫോം 1-3 ഷിഫ്റ്റ് നടക്കണ്ടോ നോക്കുക, മാത്രം നോക്കിയാൽ മതി. Say for example, if you take the case of CH3 CO CH2, how we can name this compound? എങ്ങനെയാണ് നെയിം ചെയ്യുക? CH3 ഇത് മാത്രമുള്ളെങ്കിൽ CH3 CO CH3 acetone ആണ്. അസിറ്റോണിന്റെ ഹൈഡ്രജൻ, വൺ ഓഫ് ദ ഹൈഡ്രജൻ ഈസ് റിമൂവ്, ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് COCH3 is known as acetyl group. Therefore compound can be named as acetyl acetone. Acetyl acetone. Acetyl acetone. Good. Acetyl acetone. ഇവിടെ ഈ acetyl acetone 1-3 ഷിഫ്റ്റിൽ പങ്കെടുക്കും. 1-3 ഷിഫ്റ്റിൽ പങ്കെടുക്കും. That is keto-enol tautomerism കാണിക്കും. Keto-enol tautomerism കാണിക്കും. 1 2 3. 1 2 3. ഏത് കാർബൺ ആറ്റത്തിന്റെ ഹൈഡ്രജൻ ആണ് മൈഗ്രേഷനിൽ പങ്കെടുക്കുക? say let it as 3A, let it be 3B. ഏത് കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ ആറ്റമാണ് മൈഗ്രേഷനിൽ പങ്കെടുക്കുക? എയിലെ ആണോ ബിയിലെ ആണോ? എയിലെ ആണോ ബിയിലെ ആണോ? ഏതിലാണ് മൈഗ്രേഷനിൽ പങ്കെടുക്കുക? ഐറിൻ ജോസ്, അഞ്ജല, ഗൗതം വിഷ്ണു എല്ലാവരും പറയുന്നു ഇറ്റ് ഈസ് എയിലെയാണ്. രണ്ട് ചാൻസ് ഉണ്ട്, എയിലെയാണ് ബിയിലെയാണ്. ഈ മൈഗ്രേഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഈ ഹൈഡ്രജൻ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം കേട്ടോ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ H+ പോകണമെങ്കിൽ ഇത് കൂടുതൽ അസിഡിക് ആവണം. കൂടുതൽ അസിഡിക് ആയിട്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ചോദ്യം ഇതാണ്, ഇതിൽ ഏതാണ് പ്രോട്ടോൺ പോവുക? ഈ കാർബൺ ഹൈഡ്രജൻ ആണോ മോർ ആസിഡിക്, അല്ലെങ്കിൽ ഈ കാർബൺ ഹൈഡ്രജൻ ആണോ മോർ ആസിഡിക്? ഏത് ബോണ്ടാണ് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം വരും. എ ഓർ ടി. ഇപ്പൊ ഓപ്ഷൻസ് മാറ്റിയിട്ടുണ്ട്. ഇമ്രാൻ ഇറ്റ് ഈസ് ബി പറയുന്നുണ്ട്. ജസീക ഇപ്പോഴും CH3 തന്നെ പറയുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, which one is more acidic? The methyl group, CH2 group, methylene group, which is flanked between two carbonyl, രണ്ട് carbonyl ഗ്രൂപ്പ്സിന്റെ ഇടയിൽ കിടക്കുന്ന ഈ മെത്തിലിൻ ഗ്രൂപ്പ്, നമുക്കറിയാം CO ഗ്രൂപ്പ് is a very strong ആയിട്ടുള്ള ഇലക്ട്രോൺ withdrawing ഗ്രൂപ്പ് ആണ്.
മൈനസ് ഇഫക്റ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സി എച്ച് ഗ്രൂപ്പ് ഇവിടുത്തെ ഹൈഡ്രജൻ ആണ്, ദിസ് വിൽ ബി ബോണ്ട് എന്താൽപി വളരെ കുറയും. ഇവിടുത്തെ ഹൈഡ്രജൻ ആണ് മൈഗ്രേഷനിൽ പങ്കെടുക്കുക, ഇതിന്റെ ബോണ്ട് എന്താൽപി വളരെ കുറയും. Therefore, this hydrogen atom will be more acidic. ഇതല്ല, ഈ ഹൈഡ്രജൻ ആറ്റം മൈഗ്രേഷൻ ആയിട്ട് എന്ത് ചെയ്യാം, ദിസ് ഹൈഡ്രജൻ ആറ്റം വിൽ ബി മോർ acidic. അപ്പൊ 1 2 3 ദിസ് ഹൈഡ്രജൻ ആണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇവൻ ഇങ്ങോട്ട് വരും, ഈ ഹൈഡ്രജൻ ആറ്റം ഇവിടേക്ക് വരും, ഇവിടേക്ക് വരും. അപ്പൊ കോമ്പൗണ്ട് ഈസ് CH3. This is the enol form. This is the keto form. This is the keto form of acetylacetone, and this is the enol form of acetylacetone. Enol form and keto form. If there exists a dynamic equilibrium between two forms of the same compound. ചോദ്യം, ഇതില് ഈനോൾ ഫോം ആണോ കൂടുതൽ ഫോം ചെയ്യുക, കീറ്റോൾ ഫോം ആണോ കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. Which form? Keto or enol? ജസിക, ഗൗതം, അഞ്ജല ശ്രദ്ധിക്കാട്ടോ. എയുടെ ഇവിടുത്തെ ഹൈഡ്രജൻ അല്ല ബ്രേക്ക് ചെയ്യുക, ഇവിടുത്തെ ഈ ഹൈഡ്രജനായിട്ട് രണ്ട് കാർബൺ ഗ്രൂപ്പ് ഇടയിൽ എടുക്കുന്ന ഹൈഡ്രജൻ ആയിരിക്കും മോർ അസിഡിക്, ആ ബോണ്ടാണ് വീക്ക് ആവുക, ഇവനാണ് ബ്രേക്ക് ചെയ്യുക. അവ കിട്ടുന്ന enol form ഇതാണ്. enol form is this one, enol form. Which form is more stable? ഈ രണ്ട് ഫോംസ് ഉണ്ടെങ്കിൽ it is observed that approximately 76% is of enol form. Keto form around 24 ഉള്ളൂ. Enol form in this compound, enol form is more stable. This is stabilized due to hydrogen bonding. This is stabilized due to hydrogen bonding. Keto enol tautomerism ഓർത്ത് വെക്കേണ്ടതാണ്. Which one of the following forms ketone tautomerism എന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, 1-3 ഷിഫ്റ്റ് നടക്കുന്നുണ്ടോ നോക്കുക. 1-3 ഷിഫ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ there is chance for keto enol tautomerism. ക്ലിയർ അല്ലേ? Now the other one is ring chain isomerism. Ring chain isomerism ഒരെണ്ണം റിംഗ് ആയിട്ട് വരിക, ഒരെണ്ണം ചെയിൻ ആയിട്ട് വരിക, അത്രയേ ഉള്ളൂ അല്ലെ. കോമ്പൗണ്ട് ഫോർമുല is C4H8. C4H8. Straight chain compound. The chain compound, it is a ring form. Example of ring chain isomerism. Compounds have the same molecular formula. One is a ring compound, the other one is a chain compound. This type of compounds are said to be ring chain isomerism. Our structural isomerism. പക്ഷെ വളരെ അപൂർവം കേസ് ഐസോമറിസത്തെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അടുത്ത സ്റ്റീരിയോ ഐസോമറിസം ആണ്. Whether it is clear, this part structural isomerism ഈ ഭാഗം ക്ലിയർ അല്ലേ? structural isomerism അതിന്റെ ക്ലാസിഫിക്കേഷൻ. Is it okay? Yes, അങ്ങനെയാണെങ്കിൽ we shall move to the most important part of this chapter. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്, that is the organic reaction mechanism. Organic reaction mechanism. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും
reactants is converted into products. Reactants is converted into products. ഏതൊരു റിയാക്ഷൻ നമുക്ക് റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിക് റിയാക്ഷനിൽ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു സബ്സ്ട്രേറ്റ് പ്ലസ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. ഇതാണ് റിയാക്ടൻസ് ആയിട്ട് വരിക അല്ലെ. സബ്സ്ട്രേറ്റ് പ്ലസ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. ഒരു സബ്സ്ട്രേറ്റിൽ ഒരു റിയേജന്റ് അതൊന്ന് അറ്റാക്ക് ചെയ്യുന്നു, അത് നേരെ പ്രൊഡക്ട്സ് ആയിട്ടല്ല കൺവേർട്ട് ചെയ്യുന്നത്. ഗെറ്റ്സ് കൺവേർട്ട് ഇൻടു റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്. Or an activated complex. Our substrate and an attacking reagent are reactants ആയിട്ട് വരിക. അതൊരു റിയാക്റ്റീവ് ഹൈലി റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സോ ആയിട്ട് മാറുന്നു. This gets converted into products. This one gets converted into products. എന്താണ് substrate? Substrate is less reactive reagent ആണ് അല്ലേ. Less reactive reagent which is usually present in large excess. Large excess. Less reactive reagent which is usually present in large excess on a substrate. Attacking reagent highly reactive ആണ്. It is highly reactive reagent, highly reactant, which is usually present in highly reactive reactant reagent which is usually present in minute amounts. In small amounts. Our substrate will be less reactive reagent which is usually present in large excess. Benzene nitrate here. Our benzene nitrate here, benzene ആണ് substrate ആയിട്ട് വരിക which is usually present in large excess. കുറച്ച് amount ഉള്ളത് nitrogen mixture, attacking reagent. അതിലാരാണ് റിയാക്ട് ചെയ്യുന്നത്? ഹൈലി റിയാക്റ്റീവ് റിയേജന്റ്. അവ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. That gets converted into products. That gets converted into products. ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ബോണ്ട് ഫോം ചെയ്യും അല്ലെ. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ബോണ്ട് ക്യാൻ ബി ബ്രേക്കൺ ബൈ ഹോമോലിസിസ് അല്ലെ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബൈ heterolysis. Or breaking of a bond, homolysis, in presence of sunlight or in presence of peroxide, it leads to free radicals. Homolysis. If a chlorine size is chlorine electron gives rise to free radicals. Homolysis. Homolysis is it presents on sunlight, high temperature, or in presence of peroxides in the presence of heterolysis gives rise to formation of cations and anions in the heterolysis. Cl minus, C3 plus, formation of cations and anions, heterolysis. Complete break here, HCl, bond breaks, heterolysis വരുമ്പോൾ H plus and Cl minus, heterolysis, bond breaking. Reactions നടക്കുമ്പോൾ bond formation നടക്കുന്നു, bond breaking നടക്കുന്നു. Substrate is the one which one is less reactive, and the attacking reagent is a highly reactive reagent which is usually present in minute amounts. This attacking reagent can be broadly classified into എങ്ങനെ classify ചെയ്യാൻ പറ്റും? Electrophiles and nucleophiles. Electrophiles and nucleophiles. Electrophile, ആ വാക്കിൽ തന്നെ കിടക്കുന്നുണ്ടല്ലേ, electron loving species. Nucleophiles, nucleus loving, that is positive center. Positive center loving species. Electron loving species and positive center, that is nucleus loving species.
Electron loving species is again classified into electron loving electrophiles. It is positive electrophiles and electrophiles are classified into positive electrophiles and electrophiles ആണ് positive electrophiles and പറയൂ yes neutral electrophiles. Positive electrophiles and neutral electrophiles. Positive electrophiles and neutral electrophiles. Neutral electrophile, positive electrophile. Positive ആണ് electron loving species ആണ് അല്ലേ NO2 plus, Cl plus, H plus. Positive electron. Neutral ആണ് electrophile ആണ്. Neutral electrophile. Example. Neutral electrophile. Anybody? Example of a neutral electrophile. ആരും പറയുന്നില്ലല്ലോ. Neutral electrophile. Yes, aluminium chloride, BF3, BCl3, aluminium chloride, SO3, neutral electrophile, neutral electrophile. Electrophiles. Nucleophiles is again classified into positive, negative nucleophiles, negative nucleophiles and neutral nucleophiles, negative neutrophils and neutral nucleophiles. Chlorine becomes positive. Susan. ഇഷ്ടംപോലെ റിയാക്ഷൻസ് ഉണ്ട് അല്ലേ say benzene when it is chlorinated in presence of anhydrous aluminium chloride. Chlorine benzene when it is chlorinated in presence of anhydrous aluminium chloride. ഏതായിരിക്കും പ്രൊഡക്റ്റ് വരിക Susan, Jessica? ഏതായിരിക്കും പ്രൊഡക്റ്റ് വരിക benzene when it is chlorinated in presence of anhydrous aluminium chloride. എങ്ങനെയാണ് സൂസൻ ബെൻസൈൽ ക്ലോറൈഡ് വരിക എന്താണ് ബെൻസൈൽ ക്ലോറൈഡ് ബെൻസൈൽ ക്ലോറൈഡിന്റെ ഫോർമുല ഇതാണ് CH2Cl ആണ് ബെൻസൈൽ ക്ലോറൈഡിന്റെ ഫോർമുല ഇവിടെ ഒരു കാർബണേറ്റ് ഉണ്ടോ അതിന്റെ മുകളിൽ പിന്നെ എങ്ങനെയാണ് അത് ബെൻസൈൽ ക്ലോറൈഡ് വരിക യെസ് ശരിയാണ് now it is chlorobenzene ആണ് വരിക we get the product is chlorobenzene. Chlorobenzene. Shall we come back? കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും തിരിച്ചെത്തിയില്ലേ യെസ് നമ്മൾ പറഞ്ഞു വന്നിരുന്ന പോയിന്റ്സുകൾ നാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഫക്ട്സുകൾ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസുകൾ ഉണ്ട് അല്ലേ സേ ഫോർ എക്സാമ്പിൾ what type of reaction is this one എന്ത് റിയാക്ഷൻ ആണ് simple reaction ആണ് ethyl chloride is treated with aqueous potassium hydroxide we get ethanol yes it is an example of nucleophilic substitution reaction OH minus ആണ് K plus ആണ് therefore OH minus is a nucleophile is a
substitution reaction. That is a nucleophilic substitution reactions. Benzene, when it is nitrated, the product obtained is nitrobenzene. What type of reaction is this one? Nitration of benzene. Yes, it is an example of electrophilic substitution reaction. Electrophilic substitution reaction. The electrophile in this substitution reaction are an electrophile. The electrophile in this substitution reaction. ആരാണ് electrophile substitution reaction electrophile ആരാണ്? Yes, it is NO2 plus. Good. The electrophile നമ്മൾ react ചെയ്തിട്ട് NO2 plus is electrophile in substitution reaction. This substitution reaction. Benzene, when it is treated with concentrated sulfuric acid, the product obtained is benzene sulfonic acid. Benzene sulfonic acid. Again, this is an example of എന്തിനുള്ള example ആണ്? Electrophilic substitution. The electrophile in the sulfonation reaction. Sulfonation reaction ആരാണ് electrophile? The electrophile in the sulfonation reaction. Electrophile in the sulfonation reaction is ഇമ്രാൻ പറയുന്നു SO3H എന്ന് പറയുന്നു. H എന്ന് പറയുന്നു. Any other answer? Imran with SO3H എന്ന് പറയുന്നു. Any other answer? In the sulfonation of benzene to form benzene sulfonic acid, the electrophile is. Any other answer? ആർക്കെങ്കിലും? Yes, good. Yes, Abhirami, Parvana, Anchana. The electrophile in the sulfonation reaction is SO3. SO3 ഓർത്തുവയ്ക്കാതെ തെറ്റിക്കരുത്. SO3H അല്ല. SO3 is a neutral electrophile in the sulfonation reaction. Sulfonation reaction is electrophilic substitution reaction. When toluene, when it is chlorinated in presence of UV light, ഏതായിരിക്കും പ്രൊഡക്റ്റ് വരിക? When toluene, when it is chlorinated. Yes, good. And it is benzyl chloride. It is benzyl chloride. CH2Cl, benzyl chloride. What type of reaction is this one? Benzyl chloride. What type of reaction? Name the type of reaction. Toluene, when it is chlorinated in presence of sunlight to form benzyl chloride. Yes, this is an example of free radical. This is an example of free radical substitution. An example of free radical substitution reactions. Electrophilic substitution reactions under nucleophilic substitution reactions under
free radical substitution reactions. Free radical substitution reactions. Radical in presence of homogeneous free radical generate. And the reaction when it is treated with chlorine in presence of anhydrous aluminium chloride. Toluene, when it is chlorinated in presence of anhydrous aluminium chloride, good. We get ortho and mixture of ortho and para. We get a mixture of ortho and para chlorotoluene. We get a mixture of ortho and para chlorotoluene. This is an example of. This is an example of. Example of electrophilic substitution. This is an example of electrophilic substitution. Toluene, chlorination, we get a piece of ortho and para. What will be the product when nitrobenzene again and nitration? Nitrobenzene. When it is treated with concentrated nitric acid. In presence of concentrated sulfuric acid. Nitrobenzene on nitration. ഏതായിരിക്കും പ്രൊഡക്റ്റ് വരിക? Nitrobenzene when it is treated with concentrated nitric acid and sulfuric acid. Nitrobenzene ഒന്നും കൂടി നൈട്രേറ്റ് ചെയ്യാം. ഏതായിരിക്കും പ്രൊഡക്റ്റ്? Yes, good. It is meta-dinitrobenzene. Good. Product obtained is product is meta-dinitrobenzene. അതായത് ഇവിടെ NO2 ഗ്രൂപ്പ് ഈ NO2 പ്ലസ് ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ NO2 പ്ലസ് വരുമ്പോൾ മെറ്റാ പൊസിഷനിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് Cl പ്ലസ് വരുമ്പോൾ either it goes to ortho positions or it goes to the para positions. അതായത് ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ രണ്ട് തരത്തിലാണ് ഡയറക്ട് ചെയ്യുന്നത് അല്ലേ? ഇൻകമിംഗ് ആയ ഇലക്ട്രോഫൈലിനെ ചിലര് ഓർത്തോയിലും പാരയിലും അറ്റാച്ച് ചെയ്യുന്നു, മറ്റേത് മെറ്റാ പൊസിഷൻസിൽ അറ്റാച്ച് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് C3 ഗ്രൂപ്പ് ഓർത്തോയിലും പാരയിലും വരാൻ കാരണം? C3 ഗ്രൂപ്പ് is an electron donating group. ഹൈപ്പർ കോൺജുഗേഷൻ വരുമ്പോൾ ഓർത്തോയിലും പാരയിലും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നു. നമ്മൾ പഴയ ഏതൊക്കെയാണ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്, ഏതാണ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്നുള്ളത് നമ്മുടെ മൈനസ് ഐ ഇഫക്റ്റിന്റെ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അറിയാൻ പറ്റും. സ്ട്രോങ് ആയിട്ടുള്ള NO2 ഗ്രൂപ്പ്, ദിസ് ഇസ് എ മൈനസ് ഐ ഇഫക്റ്റ്. NO2 group, NO2 cyanide group, sulfonic acid group, carboxylic acid group. അല്ലേ? പിന്നെ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. toxic group, alkoxy group, alcohol group, NH2 group. This is the minus I effect of the group on cyanide sulfuric acid, carboxylic acid and derivatives. And these are the groups which shows very strong minus I effect. These are the groups which shows weak minus I effect. And the groups which shows very strong minus I effect are the groups which shows minus R effect. Resonance minus R effect. And these are the weak minus I effect groups. This shows very strong plus R effect. Very strong plus R effect. And these are the groups which shows minus I effect. Very strong at electron withdrawing in here, but shows plus R effect. Shows plus R effect. വളരെ സ്ട്രോങ് ആയ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സിൽ തന്നെയാണ് മൈനസ് ആർ ഇഫക്റ്റ് ഉള്ളത്. ആൻഡ് ദിസ് ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പ്സുകളാണ് എന്ത് പറയുന്നത്? ദിസ് ആർ ദ ഗ്രൂപ്പ്സ് വിച്ച് ആർ
meta-directing. So the groups which are meta-directing groups. And these groups are the groups which are ortho and para-directing groups. Ortho and para-directing. അപ്പോൾ ഈ ഒരൊറ്റ ഓർഡർ അറിയാമെന്നുണ്ടെങ്കിൽ അത് വേറെ പ്രസൈറ്റുള്ള മീറ്റൈൽ ഗ്രൂപ്പ് ഈസ് ഓൾസോ an ortho and para-directing. ഈ ഒരു ഗ്രൂപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ we can predict റിയാക്ഷൻ നടക്കുമ്പോൾ ഏതായിരിക്കും ഓർത്തോയിലായിരിക്കും പാരയിലായിരിക്കും മെറ്റയിലായിരിക്കും എവിടെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് പ്രിഡിക്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ അറിയാൻ കഴിയും. Ortho and para-directing groups and the meta-directing groups and the order. Is it clear? The different types of reactions. Clear ആണോ? ഒരു റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവണം വളരെ ഈസി ആയിട്ട്. Yes. We go regarding the addition reactions. Regarding the addition reactions. Addition reactions. Addition reactions. ഏതായിരിക്കും പ്രൊഡക്റ്റ് വരിക? The product will be CH3, CH2, Cl. The addition of acid to propane. What will be the major product? What will be the major product? Answer is CH3, two chloropropane. The addition of acids to HCl. This is in the type of reaction. What type of reaction? This is random. What type of reaction is this one? Both are. Yes, Marconi-Coase addition. Now, Marconi-Coase addition. Coase addition. The negative part of the addendum goes to the carbon atom where there is lesser number of hydrogen Marconi-Coase. But in the type of reaction, in the type of addition reaction, nucleophilic addition, electrophilic addition, free radical addition. This is the type of reaction. Nucleophilic, Irene പറയുന്നു nucleophilic, അഭിരാമി പറയുന്നു electrophilic. അഭിരാമി ആണോ ശരി, ഐറീൻ ആണോ ശരി? What type of reaction is this one? Whether it is electrophilic addition or nucleophilic addition. Free radical വിട്ട് കളയാം അല്ലേ? ഏതാണ്? ഐറീൻ or അഭിരാമി ആരാണ് ശരി? ആരാണ്? Yes. It is an electrophilic addition. Oh, yo. Jessica തെറ്റിപ്പോയല്ലോ. Jessica nucleophilic. അവസാനത് ശ്രീദേവ്, അഞ്ജല, അഞ്ജന, ഇമ്രാൻ, കൃഷ്ണേന്ദു എല്ലാം പറയുന്നത് ഇലക്ട്രോഫിലിക് ആണ്. ജസിക ഓർത്തു വെക്കുക. The HCl is the addition of acids to alkenes.
addition of acids to alkenes is always an example of electrophilic addition. Is always electrophilic addition. Acid ആണ് ആഡ് ചെയ്യുന്നത്. ആസിഡ് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ H പ്ലസും Cl മൈനസും വരുമ്പോൾ ആരാണ് അറ്റാക്കിംഗ് റിയേജന്റ്? H plus is attacking reagent. H plus is the electrophile, and it is the attacking reagent. It is attacking reagent. ആ H plus ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ പൈ ബോണ്ട് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ചാർജും ഇവിടെ മൈനസ് ചാർജും വരും. അപ്പൊ H plus ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ എന്ത് ഫോം ചെയ്യും? CH3 CH plus CH3. It forms a secondary carbocation. ആ സാധനം നേരെ തിരിച്ച് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? It gives a primary carbocation ആണ് ഫോം ചെയ്യുക. Forms a primary carbocation. അത് നടക്കില്ല. ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എന്ത് എഫക്റ്റ് എന്ന് നമ്മൾ ഇതിനെ പറയാം? ഒരു അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ദിസ് ഇഫക്റ്റ് ഈസ് നോൺ ആസ് വരുന്നില്ലല്ലോ. This effect is known as electromeric effect. How will you decide whether a reaction is electrophilic or nucleophilic? ഒരു ഇലക്ട്രോഫിലിക് ആണോ ന്യൂക്ലിയോഫിലിക് ആണോ ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആസിഡ് വരിക, ആസിഡ് അറ്റാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. The first step എന്ന് പറയുമ്പോൾ first step is the slowest step and the formation of carbocation. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, the rate determining step. അപ്പൊ ആദ്യം വരുന്ന ആരാണ്? H പ്ലസ് ആണ് വന്ന് അറ്റാക്ക് ചെയ്യുക. ആദ്യം ആസിഡ് H പ്ലസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. H പ്ലസ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ മൈനസ് ചാർജ് H പ്ലസ് വന്നു. ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ. ഈ കാർബോകാറ്റയോൺ ആണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് അല്ലെ? സബ്സ്ട്രേറ്റ് ആയി അറ്റാക്കിംഗ് റിയേജന്റ് ആയി, സബ്സ്ട്രേറ്റ് ആയി അറ്റാക്കിംഗ് ആൻഡ് ഹൈലി റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്. അപ്പോൾ കാർബോകാറ്റയോൺ ഫോം ചെയ്യുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി കാർബോകാറ്റയോണിൽ ഏത് കാർബോകാറ്റയോൺ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി? The order of stability of carbocations. Carbocations is tertiary is more stable than secondary is more dense. Reaction mechanism. ഓർത്തു വെക്കുക, the first step, the slowest step, attacking reagent is H plus. അല്ലാതെ Cl minus അല്ല വന്ന് അറ്റാക്ക് ചെയ്തിട്ടല്ല H plus പോവാ. തെറ്റിക്കരുത്. ഇത് ഇലക്ട്രോഫിലിക് H plus വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇത് സെക്കൻഡറി കാർബോകാറ്റയോൺ വന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ്, നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് എന്ത് വരിക? നെക്സ്റ്റ് സ്റ്റെപ്പില് Cl minus വന്ന് ഇവിടെ ഒന്ന് അറ്റാക്ക് ചെയ്യും. Cl minus വന്ന് അറ്റാക്ക് ചെയ്യും. You get the major product. Major product ആയിട്ട് വരും. ജെസിക ക്ലിയർ അല്ലേ? ഓർത്തു വെക്കുക, addition of acids to alkenes is always an electrophilic addition reaction. Electrophilic addition reaction. ഇനി ഒരു ആൽഡിഹൈഡ് എടുക്കാം. CH3 CH4 plus hydrogen cyanide plus hydrogen cyanide. H പ്ലസും Cn മൈനസ് വരും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ പ്ലസ് ചാർജ് വരും. അപ്പൊ എന്ത് വരും? CH3 COH CnH. What type of reaction is this one? It is the reaction. Yes, it is an example of nucleophilic addition. Good. It is an example of nucleophilic addition reaction. It is an example of nucleophilic addition reaction. C3CO minus. ഇവിടുത്തെ സ്റ്റെപ്പില് H പ്ലസ് അല്ല വരാം. H പ്ലസ് അല്ല വന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് Cu ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും, പോസിറ്റീവ് ചാർജ് വരും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് Cn മൈനസ് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യും. Cn മൈനസ് ഒന്ന് അറ്റാച്ച് ചെയ്യാം.
Cn minus 1 attach ചെയ്യാന്ന് പറയുമ്പോൾ CH3 CO minus CnH. This is the intermediate. ആ intermediate ആണ് എന്ത് വരുന്നത്? അടുത്ത സ്റ്റെപ്പിലാണ് H plus വരിക. അടുത്ത സ്റ്റെപ്പിൽ H plus ഒന്ന് അറ്റാക്ക് ചെയ്യും. First step is the attack of Cn minus. Therefore, this is an example of nucleophilic addition reaction. Nucleophilic addition reaction, electrophilic addition reaction. തെറ്റിക്കരുത്. Nucleophilic addition, electrophilic addition reaction. Attachment of onto carbonyl. A nucleophilic attachment of Cn. Yes, attachment of Cn minus. Attachment of Cn minus is the first step. Attachment of Cn minus ആണ് first step ൽ വരിക കേട്ടോ. First step ആയിട്ട് Cn minus ഒന്ന് അറ്റാക്ക് ചെയ്യും. പിന്നെ O minus എടുക്കുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് OH plus ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത്. Nucleophilic addition. Benzene, when it is chlorinated in presence of UV light, benzene, when it is chlorinated, free radical. Yes, it is an example of free radical reaction. What will be the product? Product എന്ത് വരും? Benzene, when it is chlorinated in presence of sunlight, chlorobenzene ആണോ വരിക? Chlorobenzene എന്നുള്ളത് ഇതാ സാധനം. ഇതാണ് ക്ലോറോബെൻസീൻ. ഇത് നമ്മൾ കണ്ടു കുറച്ചു നേരത്തെ. Benzene, when it is chlorinated in presence of anhydrous aluminum chloride, darkly, in absence of sunlight. Benzene, when it is chlorinated in presence of sunlight, in presence of H nu, free radical ആണ് generate ചെയ്യുക. What will be the product? Benzyl chloride. എന്താണ് benzene? This one is chlorobenzene. Benzyl chloride ഏതാ? This one is benzyl chloride. ഇതാണ് benzyl chloride. Benzyl chloride വരണമെങ്കിൽ ഇവിടെ ഒരു CH3 വരണ്ടേ? CH3 ഇല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ benzyl chloride വരിക? Yes, good. Sharon answer കിട്ടി. Benzene hexachloride. Trichlorobenzene അല്ല കേട്ടോ. Trichlorobenzene. Benzene hexachloride. The product will be in presence of sunlight. It is known as BHC, benzene hexachloride, which is otherwise known as gamexene or lindane. What is the formula of BHC? Molecular formula എന്താണ്? BHC, benzene hexachloride. Benzene hexachloride formula is C6Cl6 ആണോ? Irene, തെറ്റി പോകുന്നുണ്ടല്ലോ. Yes, തിരുത്തി. Answer is C6H6Cl6, which is otherwise known as 666. ഇവിടത്തെ ഹൈഡ്രജൻ ഞാൻ കാണിച്ചില്ലേ? ഇവിടെ എല്ലാം ഹൈഡ്രജൻ ഉണ്ടായിരുന്നു അല്ലേ?
ഇവിടെ എല്ലാം ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, നമ്മൾ എഴുതിയില്ല. അതുകൊണ്ട് അവിടെയും നമ്മൾ ഹൈഡ്രജൻ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇവിടെ എല്ലാവിടെയും ഹൈഡ്രജൻ ഓളക്കം എല്ലാ പൊസിഷനും ഹൈഡ്രജൻ ഉണ്ട്. ഗാമക്സിൻ ഇത് എന്ത് റിയാക്ഷൻ ആണ്? വാട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? This is an example of ക്ലോറിൻ വേണ്ട എക്സസ് ആണ്, അണ്ടർസ്റ്റുഡ് ആണ്. ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്ന് പറയുമ്പോൾ എക്സസ് ആണ്, അണ്ടർസ്റ്റുഡ് ആണ് ക്ലോറിൻ. ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ക്ലോറിനേഷൻ ബെൻസിൻ ക്ലോറിനേഷൻ മാത്രമേ പരീക്ഷയ്ക്ക് വരൂ. എക്സസ് ഓഫ് ക്ലോറിൻ എന്നുള്ള അണ്ടർസ്റ്റുഡ് ആണ്. ക്ലോറിൻ അതേ നടക്കുള്ളൂ, റിയാക്ഷൻ വരില്ല. ഹൈഡ്രജൻ പിന്നെയും പറയുന്നു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് ക്ലോറിൻ വരണ്ടേ? ഹൈഡ്രജൻ അവിടെ തന്നെ നിൽക്കില്ലേ, പിന്നെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ വരും? It is an example of addition reaction. അഞ്ജന, ഇലക്ട്രോഫിലിക് അഡീഷൻ ആണോ? ഇലക്ട്രോഫിലിക് അഡീഷൻ ആണോ? ഇലക്ട്രോഫിലിക് അഡീഷൻ Cl+ വരണ്ടേ? ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്ത് സംഭവിക്കുന്നു? ഈ ക്ലോറിൻ molecule dissociates to form chlorine free radical. It dissociates to form free radical. Therefore, this is an example of free radical addition reaction. This is an example of free radical addition. This is an example of പിന്നെയും ഷെറോൺ സബ്സ്റ്റിറ്റ്യൂഷൻ വരണമെങ്കിൽ ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് വരണം. ഇതേ ഹൈഡ്രജൻ എല്ലാവിടെയും നിർത്തിയിട്ട് ക്ലോറിൻ വന്ന് ആഡ് ചെയ്യാം. ക്ലോറിൻ എവിടെയാണ്? ഡബിൾ ബോണ്ടിൽ കയറി ആഡ് ചെയ്യുന്നു. Therefore, this is an example of free radical addition. Example of free radical addition. Clear അല്ലേ? ഇത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ബെൻസിൻ when it is chlorinated in presence of anhydrous aluminum chloride. This is an example of electrophilic substitution reaction. ഇതിനെ പിന്നെയും ക്ലോറിനേഷൻ നടത്താം. excess of chlorine anhydrous aluminum chloride. ഏതായിരിക്കും പ്രൊഡക്റ്റ് വരിക? ക്ലോറോബെൻസീൻ. Benzene first forms chlorobenzene. If it is excess of chlorine excess ആണെങ്കിൽ what will be the product form? Excess of chlorine. Excess of chlorine. പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. 1,4 വരും, 1,2 വരും, പിന്നെയും chlorine is on excess. What will be the final product? ഏതായിരിക്കും ഫൈനൽ പ്രൊഡക്റ്റ് വരിക? ഫൈനൽ പ്രൊഡക്റ്റ് വിൽ ബി ശരിയാണ്, എല്ലാ സ്ഥലത്തും ഓട്ടോയിലും മെറ്റയിലും വേറെ എല്ലാ പൊസിഷനിലും ക്ലോറിൻ വരും. പ്രൊഡക്റ്റ് വിൽ ബി ദിസ് വൺ. കോമ്പൗണ്ട് നെയിം ഈസ്, ഈ കോമ്പൗണ്ട് പേരെന്താണ്? ആൻസർ പറയുന്നില്ലല്ലോ. കോമ്പൗണ്ട് നെയിം ഈസ്, അതിന് നമ്മൾ ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്ന് പറയുന്നത്. ദിസ് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് ഹെക്സാക്ലോറോബെൻസീൻ. Hexachlorobenzene. What is the molecular formula of hexachlorobenzene? Hexachlorobenzene molecular formula. Good. C6CN6. Fourth we get a benzene when this acted with exofluorine bonds of anhydrous aluminum chloride. The product obtained is hexachlorobenzene. When this chlorinated in presence of sunlight, we get benzene hexachloride C6Cl6. C6H6Cl6, Gamexine, which was a very powerful insecticide. Gamexine, നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ് ആയിട്ട് ഉപയോഗിച്ചതാണ്.
powerful ions. ഒന്ന് ഫ്രീ റാഡിക്കൽ അഡീഷൻ ആണെങ്കിൽ മറ്റേത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ, എന്താണ് അഡീഷൻ റിയാക്ഷൻസ്, എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഫ്രീ റാഡിക്കൽ, എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. all these formulas, ഈ ഫോർമുലസ് ഒക്കെ ജനറൽ ആയിട്ട് തന്നെ പറയാറുള്ളൂ. ഇതിന്റെ ഒന്നും IUPAC നെയിമിംഗ് ഒന്നും പരീക്ഷിക്കണം വരുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പ്രൊഡക്റ്റ് വയ്ക്കുമ്പോൾ ഇറ്റ് ഇസ് ബെൻസിൻ ഹെക്സാക്ലോറൈഡ് തന്നെയാണ് പറയാറ്. തെറ്റിക്കരുത്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അഡീഷൻ റിയാക്ഷൻസ്, ഇലക്ട്രോഫിലിക്, ന്യൂക്ലിയോഫിലിക്, ഫ്രീ റാഡിക്കൽ. തെറ്റിക്കരുത്. അപ്പൊ ഇനിയുള്ള ഇതാണ് ഇതിന്റെ ബേസ് വരുന്നത്. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസുകൾ ഇതെല്ലാം ആണ്. എവിടെയാണ് റിയാക്ഷൻ ആയിട്ട് ഓർത്തൽ വരും, പാരലൽ വരും, മെറ്റൽ വരും, അത് ഇലക്ട്രോഫിലിക് ആണോ ന്യൂക്ലിയോഫിലിക് ആണോ, ഏതൊക്കെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്, എവിടെയാണ് അറ്റാച്ച് ചെയ്യാനുള്ള സാധ്യത എന്നൊക്കെ ഉള്ളത്. ഇസ് ഇറ്റ് ക്ലിയർ? ഒരുവിധം ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയും. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇനിയിപ്പോ ആ ക്വസ്റ്റ്യൻസ് നോക്കാൻ വളരെ പെട്ടെന്ന് നമുക്ക് പിടുത്തം കിട്ടും, ആൻസർ കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ ആണ്, എങ്ങനെ നെയിം ചെയ്യണം എന്നൊക്കെ ഉള്ളത് വളരെ ക്ലിയർ ആണ്. So, shall we start the question discussion? ആ ക്വസ്റ്റ്യൻസുകൾ ഒന്ന് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള, ഇനിയിപ്പോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതാണ്ട് അതിന്റെ ബേസ്. ആ മൈനസ് ഐ ഇഫക്റ്റിന്റെ ആ ഓർഡറുകൾ, ഈ റിയാക്ഷൻസ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് എന്നുള്ളത് ഇനി ഒരിക്കലും തെറ്റിക്കരുത്. ഇത് വളരെ വെൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് റിയാക്ഷൻ ആൻസർ ചെയ്യാൻ പറ്റും സുഖമായിട്ട്, വലിയ ബുദ്ധിമുട്ടില്ലാവും. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാവും. ഇത് കാര്യങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ. Start with question number 1. Organic chemistry, some basic principles. Which one of the following process is suitable for the purification of aniline? Different methods of purification of organic compounds ഉണ്ട് അല്ലേ? Different methods for the purification of organic compounds. Methods of purification of organic compounds le one is crystallization, crystallization, sublimation, distillation. Distillation തന്നെ different types of distillation അല്ലേ? Fractional distillation, distillation എന്നുള്ളത് simple distillation അല്ലേ? Simple distillation, fractional distillation, distillation under reduced pressure. That is vacuum distillation. Then steam distillation. Different methods. Then solvent extraction. And chromatography. These are the different important methods used for the purification of organic compounds. Crystallization. ഒരു സോൾവെന്റ് ഡിസോൾവ് ചെയ്തിട്ട് ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കുക, സബ്ലൈം ചെയ്യുക. ചില കോമ്പൗണ്ട്സ് വളരെ സോളിഡ് സ്റ്റേറ്റിൽ നേരെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് സബ്ലൈം ചെയ്യുന്നു. Simple distillation, if there is a large difference between the boiling point of two liquids and liquids, large difference, and we use simple distillation.
If it is the difference is around 10 degree or 15 degree Celsius in the boiling point we use fractional distillation. Petroleum is fractionally distilled. Crude petroleum. Distillation under reduced pressure. എവിടെയാണ് distillation under reduced pressure vacuum distillation ഉപയോഗിക്കുന്നത്? ചില കോമ്പൗണ്ട്സുകൾ, ചില ഓർഗാനിക് കോമ്പൗണ്ട്സുകൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുൻപ് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. Before reaching its boiling point, the compound disintegrates. Say for example, glycerol. ഗ്ലിസറോളിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്, അറൌണ്ട് 570 കെൽവിൻ ആണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് വരുന്നത്. അപ്പൊ സാധാരണ ഗ്ലിസറോളിനെ പ്യൂരിഫൈ ചെയ്യുമ്പോൾ 570 വരുന്നതിന് മുൻപ് അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഈ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുൻപ് ഈ ഗ്ലിസറോളിനെ പ്യൂരിഫൈ ചെയ്തെടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കണം. ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം? പ്രഷർ റെഡ്യൂസ് ചെയ്യണം. എപ്പോഴാണ് ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യാൻ? ലിക്വിഡ് ബോയിൽസ് when the vapor pressure becomes equal to that of atmospheric pressure. അപ്പൊ അതിന്റെ പ്രഷർ കുറയ്ക്കുന്നു. പ്രഷർ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? By connecting it to a vacuum pump. Vacuum pumpiലേക്ക് കണക്ട് ചെയ്യും. That is we call it as vacuum distillation. അങ്ങനെ vacuum പമ്പിലേക്ക് പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഒരു 573 പകരം 460 കെൽവിൻ എത്തുമ്പോഴേക്കും സംഭവിക്കും ഗ്ലിസറോൾ പ്യൂരിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഡിസ്റ്റിലേഷൻ റെഡ്യൂസ് പ്രഷർ. അത് വേക്കൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് അങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സുകൾ. ബോയിലിംഗ് പോയിന്റ് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് വേക്കൻഡ് ഡിസ്റ്റിലേഷൻ. സ്റ്റീം ഡിസ്റ്റിലേഷൻ. സ്റ്റീം ഡിസ്റ്റിലേഷൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്? when the compound is steam volatile. സ്റ്റീമിന്റെ കൂടെ തന്നെ ആ കോമ്പൗണ്ടിനെ എടുത്തുകൊണ്ട് വരും. when it is immiscible with water. ആ ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടർ ആയിട്ട് മിസിബിൾ ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. when the organic compound is immiscible with water and when it is steam volatile. Steam volatile, say for example orthonitrophenol. Steam volatile ആണ്. ഓർത്തോയും പാരയും സെപ്പറേറ്റ് ചെയ്യുന്നത്. orthonitrophenol is steam volatile. ആ വാട്ടർ വേപ്പർ ആ orthonitrophenolനെ കൊണ്ടുവരും. അതുപോലെ aniline separated by steam distillation. Solvent extraction. ആ ഓർഗാനിക് കോമ്പൗണ്ട് പെർട്ടിക്കുലർ സോൾവെന്റിൽ ഏതെങ്കിലും മീഡിയത്തിൽ സോൾവെന്റിലേക്ക് ഇത് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. Chromatography. Chromatography നമുക്കറിയാം. It is based on രണ്ട് ടെക്നിക് ഉണ്ട്. Adsorption chromatography ഉണ്ട്, partition chromatography ഉണ്ട്. ആ different techniques we separate ചെയ്യുന്നു. That is chromatography. These are the different methods for the purification of organic compounds. Purification of organic compounds. ചോദ്യം. Which one of the process is suitable for the purification of aniline? Aniline, orthonitrophenol, etc. They are purified by steam distillation. They are purified by steam distillation. Option is D. Question number 2. Here. 0.1 mole with empirical formula CH2O. Empirical formula CH2O. 0.1 mole contains 1 gram of hydrogen. 1 gram of hydrogen, 0.1 mole, it contains only 1 hydrogen. ഒരൊറ്റ ഹൈഡ്രജൻ 0.1 mole. ചോദ്യം എന്താണ്? What is the molecular formula? 0.1 mole. 1 mole ആണ് molecular formula. 0.1 mole only 1 hydrogen. അപ്പോൾ 1 mole എത്ര വരും? 10 ഹൈഡ്രജൻ ഉണ്ടാവും. ഒരു 1 mole 10 ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. അപ്പോൾ 10 ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള ഏതാണോ molecular formula, that is the answer. Option A. ഏതായിരിക്കും? 10 ഹൈഡ്രജൻ ആറ്റംസ് ഉള്ളത് ആകെ ഒരെണ്ണേ ഉള്ളൂ അല്ലേ? Option is A. Option is C. Given the IUPAC name,
IUPAC. Here compound. This compound, what type of isomerism this shows? ഏത് type of isomerism തരുന്ന compound ആണ്? ഏത് type of isomerism ആണ് തരുന്നത്? ഏത് type of stereoisomerism തരും? Stereoisomerism, which is broadly classified into configuration isomerism and conformational isomerism. ഇത് ഏത് type of stereoisomerism കാണിക്കും? ഡബിൾ ബോണ്ട് കാർബണേറ്റ് അല്ലേ? കോമ്പൗണ്ട് ഏതാ സാധനം? കോമ്പൗണ്ട് ഈ CH3 CH2 അല്ല ഇവിടെ തന്നെ വരയ്ക്കാം നല്ലത്. CH3 CH2 C C പിന്നെ CH2 ഒരു ഡബിൾ ബോണ്ടഡ് കാർബണേറ്റ്. 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ then this give rise to geometrical isomerism, or we call it as a cis trans isomerism. Geometrical isomerism അല്ലെങ്കിൽ cis trans isomerism കാണിക്കും. ഏതാണ് cis and trans? If the identical groups, say for example, we call it as the cis isomer. We call it as this isomer. ഈ ഒരു കോമ്പൗണ്ട് this compound, whether this compound shows geometrical isomerism, ഈ compound geometrical isomerism കാണിക്കോ? Whether this compound shows geometrical isomerism? No. Good. പറയുന്നുണ്ട്. ആര്യൻ തുടങ്ങിയ എല്ലാവരും പറയുന്നുണ്ട് this compound does not show geometrical isomerism. The criteria to show geometrical isomerism, the criteria to show geometrical isomerism, the groups attached to a double bond, ഈ double bond കാർബണേറ്റുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന group should be entirely different. The groups attached to a double bond carbonate should be entirely different ആവണം. The same groups ആണ്, therefore it will not show geometrical isomerism. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറുക. Whether this compound shows geometrical isomerism, ഈ ഒരു compound geometrical isomerism കാണിക്കുക. ഞാൻ ബോർഡിൽ വെച്ചിരിക്കുന്ന ഈ compound geometrical isomerism കാണിക്കുക. ആൻസർ ഒന്നും വരുന്നില്ലല്ലോ. 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് ഡബിൾ ബോണ്ട് കാർബൺ, ഓരോ ഡബിൾ ബോണ്ട് കാർബണേറ്റും മറ്റേ. യെസ്, ദിസ് കോമ്പൗണ്ട് ഷോസ് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കും. ഇങ്ങനെയുള്ള ജോമെട്രിക്കൽ ഐസോമെറിസം കോമ്പൗണ്ട് കാണിക്കുമ്പോൾ ഹൗ വി ക്യാൻ നെയിം ദിസ് കോമ്പൗണ്ട്? ഇങ്ങനെയുള്ള കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡബിൾ ബോണ്ട് കാർബണേറ്റം ഉള്ളതിൽ പ്രിഫറൻസ് കൊടുക്കും. ദിസ് വൺ ഈസ് അറ്റാച്ച് ടു കാർബണേറ്റം, ദിസ് വൺ ഈസ് അറ്റാച്ച് ടു ക്ലോറിനേറ്റം. ഏതിനാണോ അറ്റോമിക് നമ്പർ കൂടുതലുള്ളത് അതിന് ഫസ്റ്റ് പ്രിഫറൻസ് വരും. ക്ലോറിനാണ് അറ്റോമിക് നമ്പർ കൂടുതലുള്ളത്, therefore this one is first preference, this one is second preference. This carbonate is attached to carbon atom, this one is hydrogen, therefore this one is first preference, this one is second preference. നോക്കാം, if the higher priority groups, if the higher priority groups are on same side, higher priority groups same side ലാണെങ്കിൽ then it is named as set. If the higher priority groups are on same side, it is named as set. And if they are on opposite side, if the higher priority groups are on opposite side, it is named as E. Opposite side ആണെങ്കിൽ it is named as E, same side ലാണെങ്കിൽ it is named as set.
ക്ലിയർ ആണോ? അപ്പൊ ഈ ഗ്രൂപ്പ് എങ്ങനെ നെയിം ചെയ്യും? It is same cell, therefore it is set. How we can name this compound? Numbering എവിടെ തുടങ്ങും? ഫംഗ്ഷൻ ഗ്രൂപ്പ് 1 2 3 4 5 അല്ലേ? അപ്പോൾ it is the derivative of pen-2-ene or said 3-chloro-pen-2-ene. ശരിയല്ലേ? said 3-chloro-pen-2-ene. This is how it is named. ഈ ചിലപ്പോൾ ഓപ്ഷൻസിൽ ഇയും കൊടുക്കും ഇതും കൊടുക്കും. They are on the same side. It is named as set. Set 3-chloro-pen-2-ene. അപ്പൊ അതുപോലത്തെ ഒരു കോമ്പൗണ്ട് ആണ് CH. ഇവിടെ ഇത്തൈൽ ഗ്രൂപ്പ്, ഇവിടെ മീത്തൈൽ ഗ്രൂപ്പ്, ഇവിടെ പ്രൊപ്പൈൽ ഗ്രൂപ്പ്, ഇവിടെ ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. അത് 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട്. Therefore this also shows cis trans isomerism. Cis trans isomerism. Whether it is Z or E എന്നിട്ട് നെയിം ചെയ്യാം. ഏതായിരിക്കും? ഈ ഷാഹിദിനെ ഈ ഹയർ പ്രയോറിറ്റി വെച്ച് നെയിം ചെയ്ത് മനസ്സിലായോ? അറ്റാമിക് നമ്പർ നോക്കുക. അറ്റാമിക് നമ്പർ ക്ലോറിൻ അറ്റാമിക് നമ്പർ കൂടുതൽ, അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ കാർബൺ ആണ്, അതുകൊണ്ട് സെക്കൻഡ് പ്രയോറിറ്റി. ഇനിയിപ്പോ മീത്തൈലും ഈത്തൈലാണെങ്കിൽ 2 കാർബണേറ്റ് ഉണ്ട്, അപ്പൊ ഇതിന് പ്രിഫറൻസ് വരും. ഇവിടെ മീത്തൈലാണ്, അപ്പൊ നമുക്ക് ക്ലോറിൻ ആൻഡ് കാർബൺ ഫസ്റ്റ് പ്രയോറിറ്റി. Carbon and hydrogen first priority. Higher priority group same cell and is named as cell. It is named from word which is known as susagen, which is together എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ്. രണ്ടെണ്ണം സെയിം സൈഡ് together. മറ്റേത് E and again which is opposite side എന്ന് പറയുന്നു. Therefore it is same cell and is named as set. Opposite side ആണ് it is E. Therefore the compound is set 3-chloro-pen-2-ene. Set 3-chloro. ക്ലിയർ ആണല്ലോ? പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ അതേ ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന്റെയും ഹയർ ഇതിന്റെ പ്രയോറിറ്റി കൊടുക്കുക. പ്രയോറിറ്റി ഗ്രൂപ്പ് സെയിം സൈഡിലാണോ ഓപ്പോസിറ്റ് സൈഡിലാണോ നോക്കുക, എന്നിട്ട് അതിന്റെ നെയിം ചെയ്യുക. ജെസിക്ക എങ്ങനെ 3-chloro വന്നു? നമ്പറിങ് എവിടെന്നാ തുടങ്ങുക? നമ്പറിങ് ഇവിടെ നിന്നല്ലേ തുടങ്ങാം. സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ containing the functional group. Functional group ഇവിടുന്ന് നെയിം ചെയ്ത 1 2 3 വരിക. 1 2 വരില്ലേ? Therefore numbering 1 2 3 4 and 5. ഇതിലെ ലോങ്സ്റ്റ് ചെയിൻ 1 2 3 4 5. ജെസിക്ക മനസ്സിലായോ? മൂന്നാമത്തെ പൊസിഷനല്ലേ ക്ലോറിൻ. 1 2 3-chloro-pen-2-ene. വളരെ അപൂർവം കേസിൽ പരീക്ഷയ്ക്ക് വരാറുണ്ട്. സെറ്റും ഇയും നൊട്ടേഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ജോമെട്രിക് ഐസോമെറിസം സെറ്റ് ആൻഡ് ഇ പ്രയോറിറ്റി കൊടുത്തു നോക്കുക, എന്നിട്ട് ജസ്റ്റ് ദ ലോങ്സ്റ്റ് ചെയിൻ. ഹൗ വി ക്യാൻ നെയിം ദിസ് വൺ? ക്വസ്റ്റ്യൻ നോക്കിയാൽ ഏതായിരിക്കും ആൻസർ നോക്കുക. നമ്പറിങ് എവിടെ തുടങ്ങണം? സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ including the functional group such that the functional group should get the lowest number. 1 2 3 4 5 6 7 5 6 7 8. കണ്ടോ? തേർഡ് പൊസിഷനിൽ ഒരു മീത്തൈൽ ഗ്രൂപ്പ്, ഫോർത്ത് പൊസിഷനിൽ ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പ്, തേർഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്. ഹയർ പ്രയോറിറ്റി ഗ്രൂപ്പ്സ് മീത്തൈലും ഈത്തൈലും ഫസ്റ്റ് 2 കാർബണേറ്റ് ഉണ്ട്. Therefore this one will be the first priority. ഇത് ഫസ്റ്റ് പ്രയോറിറ്റി, this one is second priority. 1 2 3 കാർബൺ ആറ്റം, ഇവിടെ 4 കാർബൺ ആറ്റം. This one will be the first priority, this one will be the second priority. Higher priority groups are on the same side. If higher priority group on the same side, then it is named as set.
ഷെറോൺ തെറ്റിക്കരുത് കേട്ടോ, തെറ്റിക്കരുത്. ഷെറോൺ ഈ അല്ല ഹൈപ്രോറ്റിക് ഗ്രൂപ്പ്സ്. ഇത് നേരെ തിരിച്ച് ഈ ഗ്രൂപ്പ് ഇപ്പുറത്തും ഇത് ഇപ്പുറത്തും വരികയാണെങ്കിലാണ് ഈ വരിക. അല്ലെ ഇവനെ മാറണം, എന്താ ചേഞ്ച് ചെയ്യണം. യെസ്, ഓപ്ഷൻ ഈസ് ഇ. ഓപ്ഷൻ ഈസ് ഇ. Geometrical isomerism, cis trans isomerism. Same number of methyl groups ആണെങ്കിലോന്ന്. സെയിം നമ്പർ ഓഫ് methyl groups ആണെങ്കിൽ geometrical isomerism കാണിക്കൂ. സെയിം നമ്പർ ഓഫ് methyl 1 2 3 ഇവിടെയും 1 2 3 ആണെങ്കിൽ സെയിം നമ്പർ ഓഫ് methyl groups ആണെങ്കിൽ it will not show geometrical isomerism. പിന്നെ അവിടെ എവിടെയാണ് സെറ്റ് ചെയ്യും? It will not show geometrical isomerism. Shall we move to question number 4? Which among the following statement is true with respect to electron displacement in covalent bond? അത് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. What will be the answer? Inductive effect. Inductive effect is the electron displacement along a sigma bond electrons ആണ്. അപ്പോ inductive effect operates through a sigma bond. Resonance effect sigma pi bondന്റെ മാറലാണ്. Resonance effect operates through a pi bond. Therefore option is A. Fourth one. Option is A. Question number 5. It's simple question ആണ്. പറയാം. What type of hybridization? This one എല്ലാം single bond ആണ്. Therefore it is sp3. ഇവിടെയും single bond ആണ്. Therefore it is sp3. ഇവിടെ ഈ സൈഡിലെ ഡബിൾ ബോണ്ട് ആണ്. Therefore this one is sp2. This one ഈ ഒരു സൈഡിലെ ഡബിൾ ബോണ്ട് ആണ്. Therefore it is sp2. ഇപ്പുറത്തും ഡബിൾ ബോണ്ട് ആണ്. Therefore this hybridization is sp. Option is C. The number of primary, secondary, and tertiary 3,4-dimethylheptane. 3,4-dimethyl. ഇതാണ് കോമ്പൗണ്ട്. പ്രൈമറി കാർബൺ atoms അറിയാലോ. പ്രൈമറി കാർബൺ atoms എന്ന് പറയുമ്പോൾ പ്രൈമറി കാർബൺ എന്ന് പറയുമ്പോൾ കാർബൺ atom which is directly attached only to one carbon atom. Primary carbon. Secondary carbon atom which is attached to 2 carbon atoms. Tertiary carbon atom which is attached to 3 carbon atoms. About this one primary ആണ്. This one primary. This one primary. This one is also primary. എല്ലാം primary carbon atoms ആണ്. It is directly attached to only one carbon atom. And this one attached to 2 carbon atoms. Therefore, this one is secondary. This is attached to 2 carbon atoms. Therefore, this one is secondary. This carbon atom again 2 carbon atoms. This one is again secondary. And this carbon atom is attached to 1, 2, 3. Therefore, this one is tertiary. This one is also tertiary.
4, 3, and 2. Option is A. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ആൻസർ പറയാൻ പറ്റും. Homolytic fission leads to formation of good free radical. Simple question. All carbon atoms are sp2 hybridized. എല്ലാ carbon atom sp2 hybridized ഏത് കോമ്പൗണ്ടിലാണ്? All carbon atoms are sp2 hybridized in. Yes. Option is A. 1,3-butadiene. 1,3-butadiene എന്ന് പറയുമ്പോൾ CH2 double bond CH. All are എല്ലാം is sp2 hybridized. All carbon atoms are sp2 hybridized. Hypercon is used for stabilizing which of the following carbocations? Ethyl, isopropyne, neopentyne, ethane. ഏതായിരിക്കും? Hypercon is used for stabilizing. Neopentyne. എന്താണ് neopentyne? CH3. ഇതാണ് neopentyne അല്ലേ? neopentyne. Neopentyne എന്ന് പറയുമ്പോൾ ഇത് വരും. Neopentyne. The all the hypercon is used for the stability which of the following carbon? Neopentyl carbocation. Neopentyl. പിന്നെ ഏതാണ്? Third butyl. Third butyl. Tertiary butyl. This one is third butyl. Third butyl. Isopropyl. Iso. Isopropyl. And the other one is ethyl. Hyperconjugation വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏതായിരിക്കും? Which one is the most stable? Answer will be terbutyl. Answer is terbutyl. Terbutyl carbocation. This one is alpha. This one is alpha. This one is alpha. അപ്പൊ ഈ terbutyl carbocation നോക്കി കഴിഞ്ഞാൽ എത്ര ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? How many alpha hydrogen atoms? This terbutyl atom. Terbutyl carbocation. Terbutyl carbocation it will be 9 alpha hydrogen atoms. 9 alpha hydrogen atoms ഉള്ള കാരണം there will be 9 hyperconjugated structures. As the number of hyperconjugated structures increases, stability increases. Stability increases. Hyperconjugation will explain ചെയ്യാം. This can also be explained due to inductive effect അല്ലേ? Plus I effect. Plus I effect ഉണ്ട്. But here, how it is explained by hyperconjugation? 9 hyperconjugated structures. Therefore, അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ നോക്ക്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്തോ? ചെയ്തൂടെ? The isomerism that arises due to restricted bond rotation. The isomerism that arises due to restricted bond rotation. ഇപ്പൊ നമ്മൾ കണ്ടു അല്ലേ? നമ്മുടെ geometry isomerism, bond rotation. മോളിക്യൂൾ ഒന്നടങ്കം കിടന്ന് തിരിയേണ്ടി വരും. ഒന്നടങ്കം കിടന്ന് തിരിയേണ്ടി വരും. ഫ്രീ റൊട്ടേഷൻ വരില്ല. ഫ്രീ റൊട്ടേഷൻ വരികയാണെങ്കിൽ കൺഫർമേഷൻ ഐസോമെറിസം വരണം അല്ലേ? Due to the free rotation of carbon bond virion, it gives rise to conformational isomers. Therefore, answer is option is D. Option is D.
Geometry lines numeracy. The IUPAC name. എല്ലാവർക്കും അറിയാവുന്നതാണ് IUPAC name. ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷൻസ് ചെയ്യുന്ന സുഖമായിട്ട് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. Yes, good. Options in the IUPAC name വന്നു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. Question number 12, 11 option is അയ്യോ ഒരാളുടെ തെറ്റിപ്പോയല്ലോ. റൂബ ആൻസർ ഡിയിലേക്ക് വരുന്നു. ഡി എന്താണ് സ്ഥാനം? 3,9 dimethyl 4,6 decadane. 3,9,2,8. Lowest set of loctance rule. Lowest set of loctance rule. ഇവിടെ നോക്കിയേ, മറ്റൊന്ന് 3,9 വരുന്നു, 2,8 വരുന്നു. 2,8 is the lowest set. The option is C. തെറ്റിക്കരുത് കേട്ടോ. Option is answer is C. Option is C. Question number 12. തന്നെ താൻ ചെയ്തൂടെ? Question number 12. Question ഇതാണ്. Two organic X and Y. Same percentage composition. അപ്പൊ പിന്നെ ചെയ്യേണ്ട തന്നെ കാര്യമില്ല. Xഉം Yയും സെയിം പെർസെന്റേജ് ആണ്. The same percentage is the same. എന്നിട്ട് വെറുതെ ഒരു വാല്യൂസ് കുറച്ച് തന്നിട്ടുണ്ടതേ ഉള്ളൂ. കോമ്പൗണ്ട് X and Y. Same percentage X have the composition എന്ന് പറഞ്ഞാൽ പിന്നെയും ചെയ്യേണ്ടി വരും. Same two organic compounds X and Y have the same percentage. Carbon is 12/13 into 100. Hydrogen എത്രയാണ്? 1/13 into 100. That is equal to 100/13. 100/13. ഇത് weight ആണ്. This has to be divided by atomic mass. Percentage of carbon. Percentage divided by atomic mass is equal to 12. Here the atomic mass is equal to 1. Therefore, this is equal to 100/13. Percentage divided by atomic mass, this will be 100/13. ചെയ്യേണ്ട കാര്യമില്ല. സെയിം പെർസെന്റേജ് ആണ്. സെയിം പെർസെന്റേജ് ആണ്. ഓപ്ഷൻസിൽ ഏതാണോ സെയിം പെർസെന്റേജ് ഓഫ് ഹൈഡ്രജനും കാർബണും സെയിം റേഷ്യോയിൽ കിടക്കുന്നത്, that will be the answer. അല്ലേ? That will be the answer. 100/7, 7%, that is equal to 7.7. 7.7. That is carbon to hydrogen. That is carbon is to hydrogen is equal to 1:1. 1:1 റേഷ്യോയിൽ വരുന്നത് അതിൽ ഏതാണോ that is the answer. എന്ത്? Option is B. സംശയമില്ല. Acetylene and carbon. Acetylene is CH triple bond CH. Acetyleneും പിന്നെ ഏതാണ്? Benzene. Benzene is C6H6. Here the ratio is 6:6. Here the ratio is 2:2. 2:2. That means the ratio is 1:1. Therefore, option is B. Option is B. Question number 13. As molar mass increases, boiling point increases. As molar mass increases, boiling point increases. As if the molar mass same ആണെങ്കിൽ, molar mass same ആണെങ്കിൽ, then as branching increases, boiling point decreases. സാധാരണ molar mass increase ചെയ്യുമ്പോൾ boiling point increase ചെയ്യും. molar mass same ആണെങ്കിൽ ഐസോമറിന്റെ കേസിൽ വരികയാണെങ്കിൽ branching increase ചെയ്യുമ്പോൾ boiling point decreases. Branch increases, boiling point decreases.
Option is B. Good. Answer is B. Option is B. 13th one. Other question. Question number 14. The stable radical the stability of free radicals എങ്ങനെയാണ്? Tertiary, secondary and primary. Just like carbocation. Carbocation പോലെ തന്നെയാണ് the stability of free radicals. Tertiary free radical is more stable than secondary, which is more stable than primary. അപ്പോൾ ഇതിൽ ഏതാണ് secondary free radical? രണ്ട് secondary കിടക്കുന്നുണ്ട്. This one and this one. Out of this, which one is more stable? Which one is more stable? അല്ലേ ചോദിച്ചുള്ളൂ. Which one is the stable radical? Which one is more stable? This one, അല്ലേ? ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ട്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട്, റെസൊണൻസ് ഉണ്ട്. The resonance effect overcomes the inductive effect as well as hyperconjugation. Resonance effect എപ്പോഴും റെസൊണൻസ് ഇഫക്റ്റ് ആണ് കേട്ടോ. ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ ഹൈപ്പർ കോൺജുഗേഷൻ ഓവർകം ചെയ്യുന്ന എപ്പോഴും റെസൊണൻസ് ഇഫക്റ്റ് ആണ്. ഇവിടെ റെസൊണൻസ് ഇഫക്റ്റ് ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് ചുറ്റി ഇവിടെ ഫ്രീ റാഡിക്കൽ വരും, ഇവിടെ ഫ്രീ റാഡിക്കൽ വരും, ഫ്രീ റാഡിക്കൽ മാറി മാറി വരും. അപ്പോൾ റെസൊണൻസ് കൂടുതലുള്ളത് ഇതാണ്. Therefore, this one will be the most stable. This one will be the most stable. Option is C. Question number 15. ചെയ്തൂടെ? കണ്ടതാണ്. Question number 15. നിങ്ങൾ തന്നെ നമ്മൾ വായിക്കാം. Question number 15. Just the definition for electromagnetic effect. That is the definition for electromagnetic effect. Electromagnetic. Question number 16. The number of sigma and pi bonds present in 1357 octatetraene. Number 1357 octatetraene. 1, 3, 5, 7. ഇതാണ് കോമ്പൗണ്ട്. One, 3, 5, 7 octatetraene. ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ ഈസ് എന്താണ്? സംശയത്തിന് യാതൊരു അവകാശമില്ല. ആൻസർ എല്ലാവരും സി പറയുന്നുണ്ട് അല്ലേ? ആൻസർ ഈസ് 16 and 4. 1, 2, 3, 4. 4 പൈ ആണ് ഉറപ്പ്. എത്ര സിഗ്മ എന്നുള്ളതാണ് ചോദ്യം. എത്ര സിഗ്മ? എല്ലാവരും കയറി ആൻസർ സി പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവരും 16 സിഗ്മ. നോക്കുക എങ്ങനെ 16 സിഗ്മ വരുന്നത്. തെറ്റിക്കരുത്. പരീക്ഷയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റിക്കരുത്. അനാവശ്യമായി തെറ്റിക്കില്ല. ഞങ്ങള് CH2
CH2. This one sigma, this one sigma, this one. ഇവിടെയൊക്കെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എല്ലാം സിഗ്മയുണ്ട്. ഒന്ന് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 and 17. 17 sigma. 17 sigma. Then 17 sigma. 1, 3, 5, 7 octatetraene. The question തന്നെ 1, 3, 5, 7 cyclooctatetraene എന്ന് ചോദിക്കുകയാണെങ്കിലോ എത്ര സിഗ്മ എത്ര പൈ? 1, 3, 5, 7 cyclooctatetraene. എത്ര വരും? Good. Answer is 16 and 4. Shite. ശരിയാണ്. Cyclooctatetraene. One, 3, 5, 7 cyclooctatetraene. 4 പൈ. എത്ര സിഗ്മ വരും? 16 സിഗ്മ. ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉണ്ട് കേട്ടോ, എത്തിക്കരുത്. എല്ലാവിടെയും ഹൈഡ്രജൻ ഉള്ളതാണ്. (18 sigma and 4 pi). 16 sigma and 4 pi. Question number 17. HBr adds to hex 1 in presence of benzoyl peroxide. Hex 1E. When distilled with HBr in presence of peroxide. In peroxide, the major product എന്ത് വരും? That is anti-Markovnikov's rule. Anti-Markovnikov's rule. സാധാരണ കേസിൽ ബ്രോമിൻ ഇവിടെ വരേണ്ടതാണ്. ഇവിടെ വരും. ബ്രോമിൻ ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യും. H ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യും. അല്ലേ? Anti-Markovnikov's rule. Option is D. Option is D. 1 bromohexane. 1 bromohexane. Anti-Markovnikov's rule in presence of peroxide. ഇത് എന്ത് റിയാക്ഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? What type of reaction is it? The addition of HBr to hex 1E in presence of benzoyl peroxide is an example of in the type of reaction. It's an example of yes, good. It is an example of free radical addition. It is an example of free radical addition. Question number 18. തന്നതാൻ ചെയ്തൂടെ? Question number 18. The order of acidity. തന്നെ പറഞ്ഞതാണ് അല്ലേ? Order of acidity പറ്റില്ല. Order of acidity വരുമ്പോ formic acid, benzoic acid, acetic acid. ഇത് ഓർത്ത് വെക്കാട്ടോ. The order of acidity is formic acid is more stronger than benzoic acid, which is more stronger than acetic acid. Formic acid, benzoic acid, acetic acid. തെറ്റിക്കരുത്. Formic acid, benzoic acid, and acetic acid is the order of acidity. Question number 18. Option is A.
ഒരുവിധം എല്ലാ കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഈസ് എ. Question number 19. Which one of the following is not correct? ഏതാണ് തെറ്റ്? Alumina or silica is used as an adsorbent. Under adsorbent ആണ്, solid adsorbent ആണ്. Glycerol is purified by steam distillation ആണോ? Glycerol is purified by vacuum distillation or distillation under reduced pressure. Vacuum distillation or distillation under reduced pressure. Therefore, option is B. Option is B. Water trap in the chromatography filter device is stationary phase. Chromatography. Thin layer chromatography and paper chromatography and thin layer chromatography. എന്ന് പറയുമ്പോൾ പേപ്പർ സ്ട്രിപ്പാ ഇതുപോലെയാണ് വരിക അല്ലെ? ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു പേപ്പർ ക്രോമറ്റോഗ്രാഫി. പേപ്പർ ഈസ് യൂസ്ഡ് വയ്ക്കും, എന്നിട്ട് അവിടെ ഓർഗാനിക് കോമ്പൗണ്ട് വയ്ക്കും, എന്നിട്ട് ആ സോൾവെന്റ് അതിൽ ഡിപ്പ് ചെയ്യും. സോൾവെന്റ് ഡിപ്പ് ചെയ്യും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ സോൾവെന്റ് ഇങ്ങനെ പൊന്തി വരും. സോൾവെന്റ് പൊന്തി വരുന്നതോടൊപ്പം തന്നെ ഈ ഇതിലത്തെ ഓർഗാനിക് കമ്പൗണ്ട്സിലെ കമ്പൗണ്ട്സും പല സ്പോട്സുകളായിട്ട് കാണാൻ പറ്റും. That this is the distance moved by the solvent. Distance moved by the solvent. Solvent from the baseline. These are the distance moved by the organic component. Moved by organic component. ഇതിന്റെ റേഷ്യോ എടുക്കും. ഈ റേഷ്യോ തന്നെയാണ് പറയുന്നത്, we call it as a RF factor. Retardation factor, retention factor എന്നൊക്കെ പറയും. That is the distance moved by the component from the baseline by the component from the baseline divided by distance moved by the solvent from the baseline. എന്നിട്ട് ഇതിന്റെ റേഷ്യോ എടുക്കും. ഇതിന്റെ റേഷ്യോയിൽ നിന്ന് ആണ് മനസ്സിലാക്കാവുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്പോണൻസ് ഉണ്ട് എന്നുള്ളത്. ഈ പേപ്പർ ക്രോമറ്റോഗ്രാഫി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫി ആണ്. പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫി. It depends upon the differential partitioning of components. ഈ പേപ്പറിലുള്ള ഈ വാട്ടറിന്റെ വാട്ടർ വിച്ച് ഇസ് ഇംപ്രിഗ്നേറ്റഡ് ഇൻ ദ വാട്ടർ ആണ് ആര് വരുന്നത്? മൊബൈൽ ഈ ഫിക്സഡ് ഫേസ് ആയിട്ട് വരുന്നത്. The water acts as a fixed phase. ഇതിലെ വാട്ടർ ആണ് fixed phase. That is liquid. And here both that means the liquid is the fixed phase. And the liquid is also the mobile phase. ഒരു തവണ എൻട്രൻസിൽ വന്നിട്ടുള്ളതാണ്. In paper chromatography, both the fixed phase and the mobile phase are liquid. Both the fixed phase and the mobile phase are liquid. Water trapped in the chromatographic filter paper is അതുകൊണ്ട് stationary phase പുറത്തു വയ്ക്കാൻ stationary phase അല്ലെങ്കിൽ fixed phase, water trapped, that is liquid acts as a fixed phase. Paper chromatography. Thin layer chromatography എന്ന് പറയുമ്പോൾ ഗ്ലാസ് ഷീറ്റ് ആണ് ഉപയോഗിക്കുക. വ്യത്യാസമുണ്ട്. Therefore, question number 19, option is B. Question number 20, the correct increasing order of acidity. Which one is more acidic? We know that acetylene are acidic in nature. Yes, acidic ആണ്, എങ്കിലും acidic are nature because this terminal hydrogen atom can be replaced when distilled with sodamide and NH2. സോഡിയം അസിഡിലായിട്ട് വരും, പിന്നെ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട്
Disodium acetylide verum. Showing that they are acidic in nature. Ammonium silver nitrate. Ammonium silver nitrate hydrogen replace with silver veruto. Ammonium silver verum. White precipitate verum. Copper chloride verum red precipitate verum. Copper verum. Acyclinic. Terminal like hydrogen atoms acyclinic they are acidic in nature. Now, മൂന്നാമത്തെ ഓപ്ഷനിൽ CH triple acetylene ആണ് more acidic. Therefore, question number 20 എന്ത് വരും? 20 option is A. Option is A. The order of acidity. Terminal hydrogen ഉണ്ടെങ്കിൽ they are acidic. Option is A. Question number 21. Number 21. Compound A of molecular formula is with this Lucas reagent room temperature. Lucas, alcohol a tertiary alcohol and is treated with Lucas reagent. Formando, what is Lucas reagent? Lucas reagent. Yes. Anhydrous zinc chloride and concentrate Cl. Lucas reagent is anhydrous zinc chloride, concentrate Cl. In presence of zinc chloride and concentrate Cl ആണ് tertiary alcohol വരുമ്പോൾ you get the respective chlorides form ചെയ്യും. You get immediate turbidity. Tertiary alcohol gives immediate turbidity. Secondary alcohol turbidity within 5 minutes. And primary alcohol no turbidity at room temperature. ചൂടാക്കിയെങ്കിൽ മാത്രമേ turbidity വരൂ, പ്രൊഡക്റ്റ് വരൂ. അങ്ങനെയാകുമ്പോൾ compound Lucas temperature അപ്പോൾ ഉറപ്പായിട്ട് അറിയാം it is a tertiary alcohol ആണ്. അപ്പോൾ tertiary alcohol ആകെ തരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതിലേതാണ്? 2-methyl propane 2-ol. Is a tertiary alcohol. Option is A. Yes. But in the polymolecule. Yes. But clearly. Yes. Okay. Come back to the question number 22. The correct order of is CC bond length C2H6. C6H6 C2H4 C2H2. അല്ലേ ഇത് കാർബൺ കാർബൺ ഇത് ട്രിപ്പിൾ ബോണ്ട് ആണ്, ഇത് ഡബിൾ ബോണ്ട് ആണ്, ഇത് സിംഗിൾ ബോണ്ട് ആണ്. ഉറപ്പായിട്ട് ആൻസർ ഇത് മനസ്സിലായി അല്ലേ? ഡബിൾ ബോണ്ട് ആൻഡ് സിംഗിൾ ബോണ്ടിന്റെ ഇടയിൽ വരുന്നതാണ് അല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ ഏത് വരും? Following in the correct order of decreasing. ഏറ്റവും കുറവുള്ളത് this one will have the least. ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ടും
single bond ഇടയിൽ വരുന്നതാണ് അല്ലേ? Double bond and single bond. Option is yes, good. Option is A. Option is A. 22. Option is A. Question number 23. The effect that makes 2,3-dimebutane more stable than 2-butane. Simple. Answer is hyperconjugation. Answer is hyperconjugation. Option is B. Identify the heterocyclic compound. Heterocyclic compound നമ്മൾ പറഞ്ഞാണ്. Question number 24. Pyridine. അല്ലേ? Heterocyclic aromatic compound. Furan, pyrrole. Pyrrole എന്താ? Nitrogen atom. Pyrrole. And then thiophene. All are aromatic heterocyclic compound ആണ്. All are aromatic heterocyclic compound ആണ്. ലൈസീൻ ഹെറ്ററോസൈക്ലിക് ആണോ അഭിരാമി? ലൈസീൻ. ഈ ലൈസീൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എവിടെയാണ് ലൈസീൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ളത്? ലൈസീൻ. Lysine, ഈ വാക്ക് എവിടെയാണ് കേട്ടിട്ടുള്ളത്? Lysine is an example of. Yes, good. It is an amino acid. It is an example of a basic amino acid. Lysine is basic amino acid ആണ്. Basic amino acid ആണ്. ഒരു amino acid ന്റെ ഫോർമുല നമ്മളെങ്ങനെ? Amino acid is COH NH2 alpha amino acid ആണ്. Lysine is CH2 4 times NH2. This is the structure of lysine. Lysine is an example of an basic amino acid. 2 NH2, 2 NH2 group and 1 COH group. Therefore, it is a basic amino acid. It is a basic amino acid. What is? എന്താണ്? ഇമ്രാൻ എനിക്ക് കിട്ടിയില്ല. വാട്ട് ഈസ് EGF amino acid? ഇപ്പോഴത്തെ കിട്ടിയില്ല. ഇമ്രാൻ, what is meant by? Is an example of. Is an example of. Is an example of an basic amino acid. Basic amino acid is lysine. Basic amino acid. Clear അല്ലേ? An example of amino acid. Therefore, option is 1, 2, 3, and 4. Option is D. Option is D. അടുത്ത ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പറയാലോ? Question number 25. Option is ക്ലാസ്സിൽ പറഞ്ഞതാണ് A. Question number 26. Which of the following will deactivate the benzene? Deactivate the benzene ring. Deactivate ചെയ്യാൻ പറയുമ്പോൾ വളരെ സ്ട്രോങ് ആൻഡ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്, സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, മെത്തോക്സി ഗ്രൂപ്പ്, പിന്നെ Cl and cyanide group. Which one of the following will deactivate the benzene ring? ഉറപ്പായിട്ടും സൾഫോണിക് ആസിഡ് is a strong metadactyl group. Benzoic acid COH group is a very strong metadactyl group. Cyanide group strong metadactyl group. ഇതിൽ ഓർത്തോ ആൻഡ് പാരാഡാക്റ്റിങ്ങും
വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലസ് ആർ ഇഫക്റ്റ് ഉള്ളത് ഇതിനാണ് അല്ലേ? സ്ട്രോങ് ആയിട്ടുള്ള പ്ലസ് ആർ. ദിസ് വൺ ഈസ് എ സ്ട്രോങ് മൈനസ് ഐ ഇഫക്റ്റ്. വളരെ സ്ട്രോങ് ഷോസ് പ്ലസ് ആർ. ഇതിലേക്ക് റെഫറൻസ് ആയിട്ട് പ്ലസ് ആർ ഇഫക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണ് ക്ലോറിൻ. സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇതിനെ പറയാന്ന് പറഞ്ഞാൽ ഡീആക്ടിവേറ്റ്സ് ദ ബെൻസീൻ റിംഗ് ത്രൂ മൈനസ് ഐ ഇഫക്റ്റ്. Deactivates the benzene ring through minus I effect, but activates it through plus R effect. Therefore, question number 26. Correct answer ഏത് വരും? Question number 26. Option is question number 26. Option ഇവിടെ നിന്നാണ് ഡി വന്നത്. ഐറീൻ നോക്കട്ടോ. 1, 2, 3 എങ്ങനെ വരും? 3 is ortho and para highly activating group അല്ലേ? highly activating അല്ലേ? മെത്തോക്സി ഗ്രൂപ്പ് ഒരിക്കലും വരില്ല. Answer is option is A. 26. Option is A. Question number 27. Methyl carbanion is ice. Methyl. What is the structure of carbocation? ഒരു കാർബോകാറ്റയോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ is planar. Carbocation is planar. കാർബോകാറ്റയോൺ ആണ്, planar ആണ്. Therefore, the hybridization of carbon is sp2. This is the MTP orbital. Carbocation. Whereas carbanion is pyramidal. Carbanion is pyramidal. Therefore, the hybridization is sp3. കാർബോകാറ്റയോൺസ് അതുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ സ്ട്രക്ചറിൽ കാർബോകാറ്റയോൺ പ്ലാനാർ ആണ്. അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരുമിച്ച് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. രണ്ട് സൈഡിൽ കൂടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. കാർബാനിയോൺ ഈസ് പിരമിഡൽ ഇൻ ഷേപ്പ്. Therefore, good answer is രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്. ഗൗതം, പാർവണ, അഞ്ജന, ഇമ്രാൻ, അഞ്ജല. Good. Answer is ammonia. Ammonia is also pyramidal. Question number 28. Direct question ആണ്, അറിയാം. Option is C. Question number 29. The false statement among the following. The time statement. Option is C. Orthosilane. എന്താണ് silane? എന്താണ് silane? അല്ലേ? CH3 group വരിക, CH3 group വരിക. Orthosilane. This one is metasilane, parasilane. Same molecular formula. Option is C. Stability of primary, secondary, and tertiary carbanions. ഈ കാർബാനിയോൺസിന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എങ്ങനെയാണ് വരിക? നേരെ തിരിച്ചാണ്. കാർബോകാറ്റയോൺസ് സ്റ്റെബിലിറ്റി ഓർഡർ. മറ്റേ കാർബോകാറ്റയോൺ ടെർഷ്യറി ആണെങ്കിൽ ദിസ് വൺ ഈസ് primary, secondary, and tertiary carbanion. Order of stability. Option is B. ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസും അസൈൻമെന്റ് ആയിട്ട് ചെയ്യാട്ടോ. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് ആണത്. ഇത് ബേസ് അറിയാൻ അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്, ഏത് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണെന്ന് വളരെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ ബേസിക് പ്രിൻസിപ്പിൾസ് എടുത്ത് തന്നത്. ഇനി ഇന്നത്തേല് സർഫസ് കെമിസ്ട്രി ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇനിയും എടുക്കുകയാണ്. ഇതുവരെയാണ് കേട്ടോ പരീക്ഷയ്ക്കുള്ളത്, ഈ വരുന്ന ചൊവ്വാഴ്ച പരീക്ഷയ്ക്ക് ഉള്ളത്. സർഫസ് കെമിസ്ട്രി ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്.
അതിൽ കുറച്ചു നേരത്തേക്ക് എന്ത് പറയണം? സർഫസ് കെമിസ്ട്രി പറയണോ, പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുക്കണം? ചേഞ്ചിന് വേണമെങ്കിൽ സർഫസ് കെമിസ്ട്രി വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാം. വെച്ചോ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു 10 മിനിറ്റ് കൂടി എടുത്തിട്ട് അവസാനിപ്പിക്കാം. യെസ്, സർഫസ് കെമിസ്ട്രി. ഗുഡ്. അപ്പൊ സർഫസ് കെമിസ്ട്രി ചെറിയ വ്യത്യാസമുണ്ട്. ഇത് കുറേയേറെ നേരമായി ഈ ഓർഗാനിക് തന്നെ ഇരുന്ന് ഇത് ചെയ്യുന്നത് അല്ലേ? ആ കുറച്ച് ക്വസ്റ്റ്യൻസ് സർഫസ് കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നേരിട്ട് പോകാം. സർഫസ് കെമിസ്ട്രി വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ചാപ്റ്റർ ആണ്, അതുകൊണ്ട് സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ അപൂർവം കേസിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരാറുള്ളൂ, വരാൻ സാധ്യത ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരാം. സർഫസ് കെമിസ്ട്രി തുടങ്ങുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 16. Question number 16. എടുക്കാട്ടോ, സർഫസ് കെമിസ്ട്രി question number 16. Shape selective catalyst. Zeolites are hydrated sodium aluminum silicate ആണോ? Hydrated sodium aluminum silicates are known as zeolites and they are shape selective catalysis. Shape selective catalyst. Shape selective catalyst is a catalytic reaction which depends upon which depends upon the pore structure of the reactants as well as catalyst. Reactants in the catalyst and pore structure depend on we call it as shape selective catalyst. Answer is option is A. Question number 17. Adsorption. Physics option ഉണ്ട്, chemistry option ഉണ്ട് അല്ലേ? Adsorption വളരെ weak van der Waals forces, മറ്റേ വളരെ strong forces which is similar to that of chemical bond. ഏത് type of adsorption, whether it is physical or adsorption is always exothermic. That is delta H is negative. That is physical adsorption or chemical adsorption is always there is a release in energy. Delta H is always an exothermic cause. Delta H exothermic cause adsorption. What about the entropy? Delta H വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്ന മോളിക്യൂൾ, വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ gaseous മോളിക്യൂൾസിനെയൊക്കെ ഒരൊറ്റ സൈഡിൽ വന്ന് ഒറ്റ സർഫസിൽ വന്ന് പിടിച്ചിരുത്തുകയാണ്. What happens? That means entropy decreases. That is delta S is negative. During adsorption, entropy decreases. The enthalpy decreases. Well, that means both delta H and delta S are negative. Therefore, option is question number 17. Option is C. Question number 18. Choose the incorrect statement. Physics option. ഞാൻ പറഞ്ഞ ഫിസിക്സ് ഓപ്ഷൻ, കെമിക്കൽ ഓപ്ഷൻ രണ്ട് വ്യത്യാസമുണ്ട്. ഫിസിക്സ് ഓപ്ഷൻ വേറെ വ്യത്യാസമുള്ളത്. ഏതാണ് ആക്ടിവേഷൻ എനർജി വേണ്ടത്? കെമിക്കൽ അഡ്സോർപ്ഷൻ നീഡ്സ് ആക്ടിവേഷൻ എനർജി. ഫിസിക്കൽ അഡ്സോർപ്ഷൻ നോ നീഡ് ഓഫ് ആക്ടിവേഷൻ എനർജി. Activation energy is not highly specific ആണ്. Chemical adsorption is highly specific, whereas physical adsorption is not very specific. Rise is due to van der Waals for physical adsorption. Enthalpy of adsorption. Enthalpy of adsorption is around 22 points. Enthalpy of adsorption. Enthalpy of adsorption is very low. In the case of physical adsorption, enthalpy of adsorption വളരെ കുറവാണ്. Whereas in the case of chemical adsorption, the enthalpy of adsorption is very high. This chemical adsorption, the enthalpy of adsorption ആണ്, it is around 80 to 240 kilojoules per mole. Enthalpy of adsorption. Therefore, option is choose the incorrect statement now. Question number 18. Again, option is C. Question number 19. According to Freundlich adsorption, the amount of gas adsorbed at very high pressure. Freundlich adsorption isotherm, that is X by M is equal to Kp raised to 1 by N. That is, if we plot a graph between the amount of gas adsorbed, ഇതാണ് amount of substance adsorbed, അല്ലേ?
amount of gas adsorbed per gram of adsorbent now, against the pressure. You will get a graph like this. The point it becomes almost constant. We call it as a saturation pressure. Finally, we call this type of graph x by m. How the amount of gas adsorbed depends upon pressure is given by an empirical relationship. X by m is equal to Kp raised to 1 by n. This is known as the Freundlich adsorption isotherm. Adsorption isotherm. Taking logarithm on both sides, we get log x by m is equal to log k plus 1 by n log p. So the form y is equal to mx plus c. That means if we plot a graph between log x by m against log p, we get a graph like this, positive slope, where the slope is equal to 1 by n and the intercept is equal to log k. Freundlich adsorption isotherm. Question number 19. According to Freundlich adsorption, the amount of gas adsorbed at very high pressure, reaches a constant limiting value. Question number 19. Option is A. Option is A. Good. Freundlich adsorption isotherm. Question number 20. Which one of the following is not explained by adsorption? ഏതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? കുറച്ച് അസിറ്റിക് ആസിഡിൽ കുറച്ച് ചാർക്കോൾ ആഡ് കഴിഞ്ഞാൽ ചാർക്കോൾ മുഴുവൻ അസിറ്റിക് ആസിഡിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ എമൗണ്ട് ഓഫ് അസിറ്റിക് ആസിഡ് കുറയും. എക്സാമ്പിൾ ഓഫ് അഡ്സോർപ്ഷൻ, വൈറ്റ് മാഗ്നീഷ്യം നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. മാഗ്നീഷ്യം റിയേജന്റ് ടെസ്റ്റ് ഫോർ മാഗ്നീഷ്യം, ആ ബ്ലൂ കളർ വരുന്നത്, ഇറ്റ് ഈസ് അഗൈൻ ഡ്യൂ ടു അഡ്സോർപ്ഷൻ. The air becomes dry. Silicate gel adsorbs water vapor. Therefore, question number 20, the option is D. Question number 20, option is D. Question number 21, gold salt. How gold salt can be prepared? Gold salt can be prepared by treating auric chloride. Auric chloride. When it is treated with formaldehyde, formalin solution, we get gold salt plus formic acid. And 40% aqueous solution of formaldehyde is known as formalin, auric chloride. Allengil auric chloride can also be treated with, it can also be when it is treated with SnCl2, stannous chloride. It is gold. Gold salt can prepare auric chloride when it is treated with stannous chloride, reduced to gold, or when it is treated with formalin. Option is D. Option is D. Question number 22. Match the following. Simple question now. Answer ചെയ്യാൻ പറ്റില്ലേ? കിട്ടില്ലേ? Question number 20. ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ? Question number 20. Just match the following. ആ catalystum ആ reaction process ആണ് അല്ലേ? Question number option is yes. Question number 22. Option is A. Just match the following. Vanadium pentoxide granite എല്ലാം ക്ലാസ് പറഞ്ഞതാണ്. Question number 23. ഇപ്പൊ തന്നെ വരച്ചതാണ്. Question number 23 ഇപ്പൊ തന്നെ വരച്ച ഗ്രാഫാണ്. Log x by m against log k. Yes, all of them got the answer. Option is D. X against log p. Question number 23. Option is D. Question number 24. The moment of collider by the towards the cathode or anode is known as electrophoresis. Electrophoresis. ഒരു കൊളോയിഡ് എടുക്കുക, എന്നിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്.
positive plate and negative plate. It will fill a plate. Only colloidal particles will move towards the cathode or it will move towards the anode. The phenomenon is known as electrophoresis. The movement of the colloidal particle is presented by some means. The dispersion medium begins to move. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ നെറ്റിന്റെ കുറച്ച് കംപ്ലൈന്റ് ആണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നാളെ അസൈൻമെന്റ് ആയിട്ട് ചെയ്തിട്ട് വരിക കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ദാറ്റ് ഈസ് സർഫസ് കെമിസ്ട്രിയിൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും അസൈൻമെന്റ് ആയിട്ട് ചെയ്തിട്ട് വരിക. സർഫസ് കെമിസ്ട്രിയിൽ എന്ന് വെച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ നല്ല ക്ലിയർ ആയിട്ട് പോകാട്ടോ. ആ റിയാക്ഷൻസും മെക്കാനിസം വളരെ നന്നായിട്ട് പഠിക്കും. അപ്പോ ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് പ്യൂരിഫിക്കേഷൻ ആൻഡ് കാറ്ററൈസേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അത് കുറച്ച് ഫസ്റ്റ് ഇയറിൽ നോക്കിയിട്ട് വരിക. പ്യൂരിഫിക്കേഷൻസ്, അതിന്റെ മെത്തേഡ്സ്, ജെൽഡാസ് മെത്തേഡ്സ്, എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ഉണ്ട്, കാരിയസ് മെത്തേഡ് ഉണ്ട്, ഡുമാസ് മെത്തേഡ് ഉണ്ട്, ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇതുവരെ എടുത്തത് മുഴുവൻ പരീക്ഷിക്കുന്നുണ്ടാവും. സർഫസ് കെമിസ്ട്രി ഉൾപ്പെടുത്തിയിട്ടില്ല. Shall we wind up the class today? Yes. Okay, we'll see you in the next class, that is Tuesday. A happy weekend. Thank you, my dear students. Bye. All the best.